അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. നിന്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതിയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ദൈവവേദലേ, നീ അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ, അതുപോലെ തന്നെ ഒരു കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ, അങ്ങനെയുള്ള കുറേ ആൾക്കാരെ ഇപ്പോൾ ഈശോ കാണിക്കുന്നുണ്ട്. അവരുടെ എല്ലാം കണ്ണുകളിൽ കർത്താവ് അവിടുത്തെ വിശുദ്ധമായ രക്തം പൂശി പ്രാർത്ഥിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ കർത്താവ് അവരുടെ തെറ്റുകൾ സ്പർശിക്കട്ടെ. ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. അടിപ്പഴ പോലെ വൈതാക്കാലം പോലെ ദൈവിക ശക്തി നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ. കർത്താവേ, ശിഷ്ടരോഗങ്ങൾ, മുഴ വരുന്ന രോഗങ്ങൾ, അതുപോലെ തന്നെ അരിമ്പാറ മുതൽ ചിരങ്ങ് മുതൽ ചൊറി വരെ ത്വക്കിലുണ്ടാകുന്ന രോഗങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഭവനരഹിതരെ ഒരു വീട്ടിൽ തന്നെ ഭാഗോടമ്പടി നടക്കാതെ ഒരുമിച്ച് ശ്വാസം കൊണ്ട് ജീവിക്കുന്നവരുണ്ട് ഈശോയെ. കർത്താവ്
പൂച്ചക്കാരും മണി കെട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് സത്യം പറയാൻ ആർക്കും ധൈര്യമില്ലാത്ത രീതിയിൽ അനുഭവിച്ച് തീരുന്ന കുടുംബങ്ങളുണ്ട്. കർത്താവേ, ഈശോ അങ്ങനെയുള്ള കുടുംബങ്ങളെ നീ ഏറ്റെടുക്കണം. കർത്താവേ, എന്ത് ചെയ്യണം, എന്ത് ചെയ്താൽ ജീവിക്കും, എന്ത് ചെയ്താൽ മേൽഗതി പ്രാപിക്കും, എങ്ങോട്ട് പോകണം, ആര് പറഞ്ഞ കേൾക്കണം, പല പല അഭിപ്രായങ്ങളുണ്ടല്ലോ, പല പല രീതികളുണ്ടല്ലോ, പല പല ചിന്തകളുണ്ടല്ലോ. എന്ത് ചെയ്യണമെന്ന് അറിയാമ്പോൾ ആകെപ്പാട് മനസ്സ് മുട്ടി മൊഴി മുട്ടി കുഴങ്ങുന്നവർ, കർത്താവിൻ്റെ എത്താൻ നിങ്ങൾ തളിക്കപ്പെടട്ടെ. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മ ദേവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഇന്ന് ഈ നിമിഷം നിങ്ങൾ അതിന് 14 ദിവസത്തിനുള്ളിൽ ഇന്നെടുക്കുന്ന തീരുമാനം നിങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ നിങ്ങൾക്കത് അനുഭവവേദ്യമായി സകല തിന്മകളിൽ നിന്നും സകല തടസ്സങ്ങളിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കുന്നതിന് വേണ്ടി 14 ദിവസവും 15 ദിവസവും കർത്താവ് നൽകി കൽപ്പിച്ച് നൽകുന്നു. കർത്താവ് ഈ 2 ദിവസത്തിനുള്ളിൽ ആ വിഷയത്തിൽ ദൈവിക തീരുമാനം ഉണ്ടാക്കുന്നത് ഇന്നത്തെ പ്രാർത്ഥന ഫലമാണെന്ന് അവിടെ അങ്ങയുടെ മക്കൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങനെ മഹത്വപ്പെടുത്തി അനുഗ്രഹിക്കുക ഇടാക്കാൻ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവ് പുത്രനും പരിശുദ്ധായ നയിക്കുക. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 103:2 നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. അത് എല്ലാ പ്രാർത്ഥനാ ജീവിതത്തെയും എല്ലാ ജീവിത കാലാവസ്ഥയും സഹായിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. നമ്മൾക്ക് ഓരോരോ പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ പഴയ അനുഗ്രഹങ്ങൾ മറക്കുമല്ല. പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പഴയ അനുഗ്രഹങ്ങളാണ് ഓർക്കേണ്ടത്. എന്താ കാര്യം? ഈശോ പറഞ്ഞില്ലേ, 5 അപ്പം 5000 പേർക്ക് തീറ്റിപ്പോറ്റിയപ്പോൾ എത്ര കുട്ട നിറയെ ശേഖരിച്ചു. അപ്പമില്ലാത്തതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ഉത്കണ്ഠപ്പെടുന്നു? പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ഈശോ എന്താ പറഞ്ഞത്? പഴയ കാര്യം ഓർക്കാൻ, പഴയ അനുഗ്രഹങ്ങൾ ഓർക്കാൻ. എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഇതാണ്. പുതിയ അനുഗ്രഹങ്ങൾ വരുമ്പോൾ ആൾക്കാർ ചെയ്യണത് എന്താ? പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ആൾക്കാർ എന്താ ചെയ്യേണ്ടത്? പഴയ കാര്യങ്ങൾ മറന്നു കളയും. പക്ഷെ അങ്ങനെയല്ല. പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ പഴയ കാര്യങ്ങൾ ഓർത്ത്, ദൈവം തന്നെ അനുഗ്രഹം ഓർത്ത് നന്ദി പറയണമെന്നാണ് ബൈബിളിൻ്റെ സ്റ്റൈല്. ഇപ്പം നിങ്ങൾ കടമാണ്, രോഗമാണ്, അതുപോലെ തന്നെ വീട്ടിൽ സമാധാനം ഇല്ല എന്നൊക്കെ നിങ്ങൾ പറയണില്ലേ? ഇതൊക്കെ കർത്താവിനെ ഒന്ന് മറന്ന് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അത് മുക്കാലും പ്രൊട്ടക്ഷൻ ഇല്ലാത്തതിൻ്റെ പേരിൽ, സംരക്ഷണം ഇല്ലാത്തതിൻ്റെ പേരിൽ ശരിക്കും ദൈവത്തിനെ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കണമെങ്കിൽ കടം വരേണ്ട കാര്യമില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് കടം വരുന്ന ഒരു പ്രോജക്റ്റ് ദൈവം നമ്മുടെ അടുത്ത് കൊണ്ടുവരത്തില്ല, തട്ടിക്കളയും. നമ്മൾ ദൈവത്തിനെ മറന്ന് ജീവിച്ച കാലത്ത് ഇടപെട്ട വിഷയങ്ങളാണ് ബാധ്യതയായിട്ട് മാറിയത്. അത് അനിയൻ പറഞ്ഞെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളില്ലേ? അത് ആരുടെയെങ്കിലും ആലോചന ഉണ്ട്. അത് അളിയൻ്റെയും അനിയൻ്റെയും നാട്ടുകാരുടെയൊക്കെ ആലോചനയല്ലേ? 2004 അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസമില്ലേ? അമ്മ പ്രത്യക്ഷപ്പെട്ട കാലത്ത് തന്നെ അമ്മ ഉടമ്പടി തന്നായിരുന്നു. എനിക്ക് മനസ്സിലായില്ലെന്നേ ഉള്ളൂ. അമ്മ ഈ പ്രത്യക്ഷീണത്തിൻ്റെ ഭാഗമായിട്ട് അത് 2004 തന്നെ 10 കൊല്ലം കഴിഞ്ഞാണ്, 10-12 കൊല്ലം കഴിഞ്ഞാണ് ഇന്ന് കാണുന്ന ഉടമ്പടിയിലേക്ക് വന്നത്. അമ്മ പ്രത്യക്ഷപ്പെട്ട ആ ഒരു മാസം തന്നെ അമ്മ ഉടമ്പടി തന്നായിരുന്നു നമുക്ക്. അതായത് ഞാൻ എന്ത് ചെയ്യുന്നതായിരുന്നു? ആ 2004 മനക്കോടം ഫൊറോണ പള്ളി ഇരിക്കേ, അത് ഫൊറോണ വികാരിയാണ്. അപ്പോൾ അന്ന് പ്രത്യക്ഷപ്പെട്ട ആ പള്ളിയിലാണ് അമ്മ പ്രത്യക്ഷപ്പെട്ട കാലത്ത്, കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട സമയത്ത് സർവീസ് കഴിഞ്ഞ് ഞാൻ ആ പള്ളിയിലോട്ടാണ് പോകുന്നത്. ഞാനൊരു ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ കൃപാസനത്തിൽ വരത്തുള്ളായിരുന്നു. ചിലപ്പോൾ 2 ആഴ്ച കൂടുമ്പോഴേ ഞാൻ കൃപാസനത്തിൽ വരത്തുള്ളായിരുന്നു. അന്ന് പള്ളിയിലായിരുന്നു മുഴുവനും. അപ്പോൾ അമ്മ പ്രത്യക്ഷപ്പെട്ടത് ഇങ്ങനെ കൃപാസനത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ്. ഇങ്ങനെ 2 ആഴ്ച കൂടുമ്പോൾ കൃപാസനത്തിൽ വന്നിരിക്കുന്ന സമയത്ത് ഒരു ശുശ്രൂഷ ഉണ്ട്. ആദ്യവാഴ്ച അതാണ് മെയിൻ ശുശ്രൂഷ. ആദ്യവാഴ്ച ഉള്ളു. അതിന് വന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് ശുശ്രൂഷ കഴിഞ്ഞ് നാട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ, പള്ളിയിൽ പോയി കഴിഞ്ഞപ്പോൾ ഒരു എൻ്റെ മനസ്സിൽ ഒരു ആശയം പരിശുദ്ധാത്മാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ 41 ദിവസം ജനങ്ങളുടെ കണ്ണുനീര് സർക്കാർ വെച്ച് പൂട്ടാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അത് ഈ 2004 അമ്മ പ്രത്യക്ഷപ്പെട്ട ആ മാസമാണ്. നീ ജനങ്ങളുടെ കണ്ണുനീര് കർത്താവിൻ്റെ അടുത്ത് വെച്ച് പൂട്ടാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചാൽ, ആൾക്കാർ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ അവരുടെ കടമാണ് കടം, കല്യാണം നോക്കണില്ല, കർത്താവെ സഹായിക്കണമെന്ന് ഇങ്ങനെ എഴുതിയിട്ട് അങ്ങനെ ഒരു ദിവസം 10-20 പേരുടെ അല്ലെങ്കിൽ 10-5 പേരുടെ ഏറ്റവും ടോപ്പ് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിട്ട് ഞാൻ സക്രാരി വെച്ച് പൂട്ടും.
എന്നിട്ട് ഞാൻ ഇടക്കും തലക്കുമൊക്കെ കർത്താവിനെ കാണാൻ ചെല്ലുന്ന സമയത്ത് അവിടെ മുട്ട നിന്നുകൊണ്ട് ഞാൻ സക്കാരെ വെച്ച് പൂട്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കർത്താവിനോട് സംസാരിക്കും. അവരൊക്കെ എന്നോട് വന്നിട്ട് വല്ലാതെ വിഷമിച്ച് പോയിരിക്കൊണ്ട് അവർ തിരിച്ചു വരുമ്പോൾ അവർ തിരിച്ചു വരുമ്പോൾ അവർക്ക് ആശ്വാസം ഉണ്ടാകണം, എല്ലാം നിൻ്റെ അടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് പൂട്ടും. എൻ്റെ അമ്മേ, ഞങ്ങൾക്ക് എൻ്റെ ഒരു സീനിയർ അച്ഛനുണ്ടായിരുന്നു. അപ്പോൾ കൊച്ചിക്കാരൻ അച്ഛൻ ഇപ്പോഴും ചോദിച്ചിരിപ്പുണ്ട്. ഈ കൃപാസനം തന്നെ ഇവിടെ തുടങ്ങാൻ കാരണം അച്ഛനിലൂടെ കർത്താവ് പ്രവർത്തിച്ചതാണ്. ഞാൻ കടലോരത്ത് സ്ഥലം തിരക്കി കിടക്കുന്ന സമയത്ത് ഈ അച്ഛൻ എനിക്ക് ഒരു കത്തെഴുതി, ജോസഫ്, സ്ഥലം നിങ്ങൾ കടലോരത്ത് അന്വേഷിക്കുന്നുണ്ട്, കർത്താവ് അവിടെയല്ല നിങ്ങൾക്ക് സ്ഥലം തരാൻ പോണത്, നാഷണൽ ഹൈവേയിലാണെന്ന്. പിന്നെ ഞാൻ കടലോര സ്ഥലം അന്വേഷിച്ച് നിർത്തി. പിന്നെ ഒരു 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ഒരു സന്യാസി പാപം ഫ്രാൻസിസ് ബ്രദർ എന്നെ വന്നിട്ട് പറഞ്ഞ് എൻ്റെ സ്ഥലം അച്ഛന് തരാം, കുറച്ച് സ്ഥലം അച്ഛൻ വിലക്കെടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് സ്ഥലം വിലക്ക് കൊടുത്ത്. അപ്പോൾ അതെല്ലാം ദൈവം. അപ്പോൾ ഈ അച്ഛൻ അത് 2004 97 അച്ഛൻ 96 അച്ഛൻ എനിക്ക് കത്തെഴുതിയത്. എനിക്ക് സ്ഥലം കിട്ടുന്നത് 97. അപ്പോൾ അച്ഛൻ അപ്പോഴേ ലൈനിലുണ്ട്. പക്ഷേ ഈ അച്ഛൻ അന്ന് കുർബാനയെല്ലാൻ വേണ്ടി വന്ന് മലക്കുളം പള്ളിയിൽ. അപ്പോൾ അദ്ദേഹം വേറെ എന്തോ ഒരു മരിപ്പ് കുർബാനക്കാരോ ഇവിടെ അച്ഛനെ വിളിച്ചിട്ട് വന്നതാണ്. അച്ഛൻ എന്ത് ചെയ്യുന്നറിയാവോ, അച്ഛൻ ഇത് മനസ്സിലായില്ല. ഇതെല്ലാം ഇങ്ങനെ കുറേ കടലാസ് പേപ്പറെല്ലാം സക്രാരി ഇരിക്കുന്നു. അവിടെ നിന്ന് എടുത്ത് അച്ഛൻ എന്നോട് പറഞ്ഞ്, സക്രാരിയിൽ അത് വെക്കരുത് കേട്ടോ, സക്രാരി വെക്കേണ്ട കാര്യമില്ല എന്ന് പറയാം. അപ്പോൾ പുള്ളി എൽഡർ പ്രീസ്റ്റ് അല്ലേ, തന്നെയല്ല നമ്മളുമായിട്ട് ഇങ്ങനെ ഒരു കറണ്ട് ഉള്ളതാണ്. അപ്പം അതുകൊണ്ട് ഞാൻ അച്ഛനെ അനുസരിച്ചു. പക്ഷേ ഇപ്പോഴെന്താ സംഭവിച്ചിരിക്കണത്, ഇപ്പോഴും നമ്മൾ സക്രാരി തന്നെ വെച്ചിരിക്കണത്. മാതാവിൻ്റെ മധ്യസ്ഥ ഈശോൻ്റെ അടുത്തല്ലേ ഉടമ്പടി ചെയ്യുന്ന ആൾക്കാർ. അപ്പോഴേ ഞാൻ ചിന്തിച്ച് എനിക്ക് മനസ്സിലായത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം നടന്ന 2004 സംഭവിക്കണത്. അപ്പം തന്നെ ഉടമ്പടി തുടങ്ങിയായിരുന്നു വേറൊരു രീതിയിൽ. അപ്പോൾ അതൊരു സാമ്പിൾ കാണിച്ചതാണ്. സാറിൻ്റെ സമയം കഴിഞ്ഞപ്പോൾ അച്ഛനെ കൊണ്ട് കർത്താവ് അത് വന്ന് എടുത്ത് മാറ്റിച്ചതാണ്. അപ്പോൾ അവിടെ വെച്ച് അത് തീർന്ന്. പിന്നീട് ഉള്ള ചരിത്രങ്ങളൊക്കെ ഞാൻ തെരുവിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നണുണ്ടാവും ഏതെങ്കിലും ഓരോരോ സഡനായിട്ടല്ല ഇത് തുടങ്ങണത്. ഇതിനൊരു ദൈവത്തിൻ്റെ വർഷങ്ങളായിട്ടുള്ളൊരു പദ്ധതി ഇതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധയോടെ അതുപോലെ തന്നെ വിശ്വാസത്തോടെയൊക്കെ ചെയ്യണ കാര്യങ്ങൾ എനിക്ക് വേണ്ടത്. ഇപ്പോൾ നീ ഇന്ന് എവിടെ പോയാലും പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ നിൽക്കുകയാണ്. ഒരു പേഴ്സൺ ടു പേഴ്സൺ ഇൻട്രാക്ഷൻ്റെ രീതിയിൽ ഇൻറ്റിമസിയോടുകൂടി ആദമ്യമായ ദൈവസ്നേഹത്തോടെയാണ്, ദൈവ സാന്നിധ്യ ബോധത്തോടെയാണ് പതുക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയും നടക്കാത്ത കാര്യങ്ങൾക്ക് ആമേൻ പറയുകയും ചെയ്യും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് കോടാനുകോടി നന്ദി സ്തുതിയും കൃതജ്ഞതയും അർപ്പിക്കുന്നു. ഈ പരിശുദ്ധമായ അൾത്താരയിൽ ഞാൻ 5-ാമത്തെ പ്രാവശ്യമാണ് ഈ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും എൻ്റെ പ്രിയപ്പെട്ടവരിലും എനിക്ക് അമ്മ മാതാവിലൂടെ നൽകിയ അനുഗ്രഹങ്ങൾക്ക് കോടാനുകോടി നന്ദി സ്തുതിയും കൃതജ്ഞതയും അർപ്പിക്കാനാണ് ഞാനും എൻ്റെ കുടുംബം ഇവിടെ വന്നിരിക്കുന്നത്. എൻ്റെ മാതാവ് എൻ്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാനും എൻ്റെ കുടുംബവും നിത്യത വരെയും അമ്മയോടും തിരുക്കുമാരനോടും കടപ്പെട്ടിരിക്കുന്നു. എൻ്റെ പേര് സുജാ ഷാജി. ഞാൻ 2019 ഓഗസ്റ്റ് 23 ആദ്യമായി ഈ കൃപാസനത്തിൽ വന്നു ചേരുന്നത്. അന്ന് ഞാൻ അതീവ ഗുരുതരാവസ്ഥയിലാണ് ഇവിടെ വന്നത്. എനിക്ക് ബ്ലീഡിങ് എന്ന് പറഞ്ഞ അസുഖത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ പരിശുദ്ധ അമ്മയെ കണ്ടുമുട്ടുന്നത്. സഹനത്തിൻ്റെ തീച്ചൂടയിൽ വെന്തു നീറുന്ന മനസ്സുമായാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നത്. അവിടെ നിന്നാണ് പരിശുദ്ധ അമ്മ ഇന്നും ഉടമ്പടിയിൽ തന്നെ ഒരു പ്രാവശ്യം പോലും ഉടമ്പടി പുതുക്കാതെ 15 പ്രാവശ്യം ഉടമ്പടി പുതുക്കി പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരസാക്ഷിയായി ഈ അൾത്താരിയിൽ വീണ്ടും എന്നെയും എൻ്റെ കുടുംബത്തെയും യേശുനാഥൻ ഉയർത്തിയത്.
അവിടുത്തെ പ്രിയപുത്രനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തിയും സംഭവിക്കുന്നതിനായി അവിടുത്തെ തൃക്കരങ്ങളുടെ കരബലം എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും എൻ്റെ പ്രിയപ്പെട്ടവരുടെ മേലും എൻ്റെ ചാർച്ചക്കാരിലും എല്ലാവരിലും അനുഭവവേദ്യമാകണമെന്ന് ഞാൻ ആദ്യമായി പരിശുദ്ധ അമ്മയോട് ഞങ്ങളിവിടെ ഉടമ്പടി എടുത്ത സമയം തന്നെ ഞങ്ങൾക്ക് നല്ലൊരു ഭവനത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോഴെല്ലാം ഇത് ഞങ്ങൾക്ക് ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ് എന്ന് ഞങ്ങൾ 4 പേരും വിചാരിച്ചു. ഈ സ്ഥലത്തിനൊക്കെ ഇത്രയും വില കൂടിയ സമയത്ത് ഞങ്ങൾക്കൊരു പ്രൈവറ്റ് സ്ട്രക്ചറിലാണ് ജോലി. ഈ ഒരു ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങുവാനുള്ള ഒരു ഭവനം വാങ്ങുവാനുള്ള സാമ്പത്തിക സ്ഥിതി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഞങ്ങൾ പട്ടയമില്ലാത്ത ഒരു ഭൂമിയിലാണ് തൃശ്ശൂർ താമസിക്കുന്നത്. ഞങ്ങൾ എറണാകുളത്ത് ജോലി സംബന്ധമായിട്ടാണ് വന്ന് ഇവിടെ 17 വർഷമായി വാടകയ്ക്ക് താമസിക്കുന്നത്. ഞങ്ങൾ 6 വാടക വീടുകൾ മാറുകയും ഇപ്പോൾ മാതാവിൻ്റെ അനുഗ്രഹത്താൽ 7ാമത്തെ വീട്, അതായത് അമ്മയുടെ പ്രത്യക്ഷയുടെ സ്ഥിരീകരണം എൻ്റെ മേൽ നടക്കുവാനും എൻ്റെ കുടുംബത്തിൻ്റെ മേൽ നടക്കുവാനും 2004 ഡിസംബർ 7-ാം തീയതി അമ്മ ഈ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നതിന് മികച്ച സാക്ഷിയാണ് ഞാൻ. എല്ലാം എനിക്ക് 7 എന്ന ഒരു സംഖ്യാബലത്തിലാണ് പരിശുദ്ധ അമ്മ എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ സാക്ഷിയാക്കി മാറ്റിയത്. നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു സാക്ഷിയായിട്ടാണ് ഇവിടെ നിന്ന് നിൽക്കുന്നത്. പരിശുദ്ധ അമ്മ 2004 ഡിസംബർ 7-ാം തീയതി പ്രത്യക്ഷപ്പെട്ട ആ പ്രത്യക്ഷത്തിൻ്റെ സ്ഥിരീകരണം പരിശുദ്ധ അമ്മയെ എൻ്റെ മേൽ നടത്തണമേ എന്ന്, എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിര സാക്ഷിയായി ഉയർത്തണമേ എന്ന് ഞാൻ രാവും പകലും കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു മകളായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഉപവാസം മാത്രമായിരുന്നു. ജീവിതത്തിൽ എൻ്റെ വ്യാഴാഴ്ച എന്ന് പറഞ്ഞൊരു ദിവസം മാത്രമേ ഞാൻ ഒരു നേരം ഭക്ഷണം കഴിക്കുകയുള്ളൂ. ഉപവാസവും പ്രാർത്ഥനയും ജപമാലയിലൂടെയാണ് ഞാൻ എൻ്റെ കുടുംബത്തെ ഇത്രമാത്രം ദൈവവിശ്വാസത്തിൽ ആഴപ്പെടുത്തിയത്. പലപ്പോഴും എന്നെ ഉപവസിക്കുമ്പോൾ ഇവർ കളിയാക്കും, മമ്മി ഓപ്പറേഷൻ കഴിഞ്ഞ ആളാണ്, ബ്ലഡ് കയറ്റിയ ആളാണ്, മമ്മി വീണ്ടും വീണു പോകും, ഇനി ഒരു ആശുപത്രി കേസ് വരാൻ അമ്മ ഇടയാക്കരുതെന്ന് എപ്പോഴും പറയും. ഞാനിപ്പോൾ 6ാമത്തെ വർഷമാണ് ഈ ഉടമ്പടിയിൽ സ്ഥിരമായി നിൽക്കുന്നത്. പരിശുദ്ധ അമ്മ എന്നെ ഓരോ ദിവസവും ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉപ്പും തൈലവും തേനിലുമാണ് എന്നെ ശക്തിപ്പെടുത്തുന്നത്. ഏത് സമയവും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണവും പ്രത്യക്ഷ പ്രാർത്ഥനയും അതുപോലെ തന്നെ വിശ്വാസ പ്രമാണവും ചൊല്ലിയും എനിക്ക് കൗൺസിലിംഗ് നടത്തിയിരുന്ന ഇവിടുത്തെ ബഹുമാനപ്പെട്ട സാറുമാർ, സിസ്റ്റേഴ്സ് എനിക്ക് ദൈവവചനങ്ങൾ എഴുതി തന്നിരുന്നു. അതെല്ലാം എനിക്ക് കാണാപ്പാടമാണ്. എപ്പോഴും എൻ്റെ ദൈവത്തിൻ്റെ വചനങ്ങൾ മാത്രമേ എന്നെ മുട്ടുന്നവരിലും. ഞാനൊരു നേഴ്സാണ്. നേഴ്സായി ജോലി ചെയ്യുന്ന പല രോഗികളിലും അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് സംഭവിച്ചിട്ടുള്ളത്. ഒടിഞ്ഞുപോയ കാലുകൾ പരിശുദ്ധ അമ്മയുടെ ഉപ്പും തൈലവും തേച്ച് പ്രാർത്ഥിക്കും. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ തന്നെ എൻ്റെ ഉള്ളം കൈയിലും നെറ്റിയിലും ഞാൻ ഉപ്പും തൈലവും തേച്ചിട്ടാണ് എൻ്റെ പേഷ്യൻസിനെ ഞാൻ ശുശ്രൂഷിക്കാൻ പോകുന്നത്. ആ പേഷ്യൻസിനെല്ലാം പഴുത്ത് ഇൻഫെക്ഷനോടുകൂടി വന്ന പേഷ്യൻസ് എല്ലാം പിറ്റത്തെ പ്രാവശ്യം എന്നെ കാണുമ്പോൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. സിസ്റ്റർ ചെയ്താൽ മതി, എൻ്റെ കാലിന് ഭയങ്കര വേദന കുറവുണ്ട്, എൻ്റെ ഒടിഞ്ഞ അസ്ഥിക്ക് വേദന കുറവുണ്ട്, ഞങ്ങൾ സർജറിക്ക് പോയിട്ട് നിയമിച്ചതാണ്, ഞങ്ങൾ പോകുന്നില്ല. ആദ്യം ഞാൻ കൃപാസനം പത്രം കൊടുക്കുമ്പോൾ ആരും വാങ്ങാൻ വില്ലിങ്ങിച്ചില്ല. പക്ഷേങ്കിൽ ഇപ്പോൾ എൻ്റെ അടുത്ത് സിസ്റ്റർ കൃപാസനം പത്രം ഉണ്ടോ എന്ന് ചോദിച്ചാണ് വരുന്നത്. പക്ഷേ ഞാൻ എല്ലാവർക്കും ഇവിടുത്തെ ദൈവവചനവും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷ സാക്ഷിയായി എന്നെ യേശുനാമത്തിൽ ഉയർത്തുന്നത് പോലെ ഞാൻ കൊടുക്കുന്ന പത്രങ്ങളിൽ ദൈവവചനം എഴുതിയും അമ്മയുടെ പ്രത്യക്ഷ സാക്ഷികളായി നിങ്ങളെ ഏവരെയും ഉയർത്തുവാനുമായിട്ടാണ് എല്ലാ 3 കെട്ട് പത്രവും ഞാൻ വാങ്ങി രാത്രി 12:30 വരെ ഇരുന്ന് എഴുതി പ്രാർത്ഥിക്കും. ഞാൻ കാരണം എൻ്റെ മക്കൾക്കോ ഹസ്ബൻഡിനോ നേരായ രീതിയിൽ ഉറങ്ങാൻ പോലും അവരും പണി കഴിഞ്ഞ് വന്ന് കിടക്കുകയാണ്. ഞാൻ ഈ പ്രാർത്ഥിച്ച് കിടന്ന് എനിക്ക് എന്നാലേ സമാധാനമുള്ളൂ. അങ്ങനെ ഞാൻ ഈ ഉടമ്പടി പത്രം, നമ്മുടെ കൃപാസനം പത്രം മൊത്തം ദൈവവചനം എഴുതി എല്ലാവരുടെ കൈകളിലും ഞാൻ അനാവശ്യമായി ആർക്കും കൊടുക്കാറില്ല. നിന്ദിക്കുന്നവർക്കും പരിഹസിക്കുന്നതും കൊടുക്കില്ല. ഏറ്റവും അത്യാവശ്യപ്പെട്ടവരായ എൻ്റെ ഹോസ്പിറ്റലിൽ വരുന്ന അവർക്ക് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. ആരെയും ഞാൻ തേടി പോകേണ്ട ആവശ്യമില്ല. ആദ്യം ഞാൻ നാണക്കേട് കൊണ്ട് കൊടുക്കാൻ മടിച്ചിരുന്നു. ഇപ്പോൾ എന്നെ തേടി ഈ പത്രം തേടി എന്നെ കാണാൻ വേണ്ടി ആൾക്കാർ വരും. എല്ലാം എൻ്റെയും എൻ്റെ ജീവിതത്തിൽ നടന്ന എല്ലാം ഈ പരിശുദ്ധ അമ്മയുടെയും തിരുക്കുമാരൻ്റെയും ഒറ്റ സാന്നിധ്യം കൊണ്ട് മാത്രമാണ്. 17 വർഷം വാടകയ്ക്കിടുന്ന ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മയുടെ വണക്കമാസത്തിൻ്റെ ഈ 18-ാം തീയതി
എൻ്റെ നിയോഗം ഇട്ട് ഞങ്ങളുടെ ഒരു സഹോദരി ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ നിയോഗം എഴുതി വണക്കമാസത്തിൽ പ്രാർത്ഥനയ്ക്ക് ഇവിടെ എഴുതിക്കൊണ്ടിരുന്ന് ഇവിടെ പ്രാർത്ഥിക്കാൻ കൊടുത്ത സമയത്ത് ഞാൻ അന്ന് ഞായറാഴ്ച 2 മണിയായപ്പോൾ ഒരു യൂട്യൂബിൽ ഒരു വീടിൻ്റെ പരസ്യം കാണുന്നു. അത് ഞാൻ എൻ്റെ ഹസ്ബൻഡിന് അയച്ചു കൊടുത്തു. അന്നേരം തന്നെ ഹസ്ബൻഡ് അതുകൊണ്ട് ആ ബ്രോക്കറെ വിളിച്ചു. ഇപ്പം തന്നെ വീട് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. 4 മണിക്ക് ആ വീടിൻ്റെ അടുത്തെത്തി. ഇവിടെ എൻ്റെ പ്രാർത്ഥന 5:30 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഞങ്ങൾ 5000 രൂപ ആ വീടിന് അഡ്വാൻസ് കൊടുത്തു. ഞങ്ങളാരും കാണുകയോ, ഹസ്ബൻഡും ഇളയ മോനുമാണ് പോയത്. അവരത് ഇഷ്ടപ്പെടുകയും അവർക്ക് അപ്പം തന്നെ അഡ്വാൻസ് കൊടുക്കുകയും 3-ാം ദിവസം അളക്കുകയും 5 സെൻറ്റ് സ്ഥലവും താമസയോഗ്യമായൊരു ഭവനവും അപ്പോളോ അഡ്ലക്സ് ഇൻ്റർനാഷണൽ ഹോസ്പിറ്റലിൻ്റെയും അതിൻ്റെ ഓപ്പോസിറ്റ് ബെത്ലഹേം പള്ളിക്ക് അടുത്ത് ഞാൻ മാതാവിനോട് ചോദിച്ചിരുന്നു, എനിക്ക് നല്ല വെള്ളമുള്ളൊരു കിണറും ഒരു താമസയോഗ്യമായൊരു ചെറിയ വീടും എന്നും നിൻ്റെ ദൈവ തിരുസന്നിധിയിൽ വന്ന് കുർബാന കാണുവാനുമുള്ളൊരു ഭവനം തന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഏഴയും കൃമിയാണ്. അതിന് പരിശുദ്ധ അമ്മ ആ പള്ളിയുടെ അടുത്ത് തന്നെ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ദേവാലയത്തിൻ്റെ അടുത്ത് ഈ ഏഴയായ കുടുംബത്തെ അവിടെ ഉയർത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് നല്ല ഒരിക്കലും വറ്റാത്ത വെള്ളമുള്ള കിണർ, പിന്നെ താമസവുമായി നല്ലൊരു വാർക്ക വീട്, 5 സെൻറ്റ് സ്ഥലം, ചുറ്റും മതിൽ, റോഡ് സൈഡിൽ വഴി, വീട്ടിലകത്ത് വരെയും വണ്ടി കയറുന്ന വഴി, എല്ലാ സൗകര്യങ്ങളോടും കൂടി പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് മുമ്പേ ദൂതനെ അയച്ച് ആ സ്ഥലം വാങ്ങുവാനും അതിൻ്റെ ആധാരവുമായിട്ടാണ് ഞാൻ ഈ ദൈവസന്നിധിയിൽ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ മാസം ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി പോയതാണ്. എൻ്റെ അടുത്ത് 2020 ഞാൻ അമൃതയിലെ ജോലി സ്റ്റാഫിനായിരുന്നു. ആ സമയത്തായിരുന്നു എനിക്ക് ഒരു സർജറി ഉണ്ടായി. അവിടെ നിന്ന് എനിക്ക് ജോലി നഷ്ടപ്പെട്ടു. 2 വർഷം പ്രാർത്ഥനയിലും യാചനയിലും സഹനത്തിൻ്റെ തീച്ചൂളിലും ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചപ്പോൾ നിവൃത്തിയില്ലാതെ സങ്കടത്തോട് ഞാൻ അവിടെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട കൃപാസനം ജോസഫ് അച്ഛനെ ഞാൻ കാണുകയും അച്ഛൻ എൻ്റെ തലമേൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ എന്നോട് ചോദിച്ചു, നിനക്ക് എന്താ പ്രശ്നം എന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് എന്താ ജോലി? ഞാൻ പറഞ്ഞു, ഞാൻ നേഴ്സാണ്. പക്ഷേങ്കിൽ നിനക്ക് ജോലിയും കിട്ടും, നിനക്ക് മാതാവ് നല്ലൊരു വീടും തരും, നീ ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുസന്നിധിയിൽ വെച്ച് വിശുദ്ധ നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ അന്ന് എന്നോട് പറഞ്ഞു. 2020 ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് ആ അനുഗ്രഹം ഞാൻ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള പരിശുദ്ധ അമ്മ എല്ലാ കാര്യങ്ങളും 7 എണ്ണ ദിവസങ്ങളിൽ നടത്തി തരികയും 21 എന്ന് പറഞ്ഞൊരു ദിവസത്തിൽ ഞാൻ സ്വപ്നം കാണുകയും നമ്മുടെ മരിച്ചുപോയ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അടുത്ത് ഈ വാഗ്ദാന പേടകത്തിൻ്റെ മുമ്പിൽ കത്തിക്കിടക്കുന്ന ലൈറ്റിൻ്റെ പ്രകാശമുള്ള ഒരു മലമുകളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയും ജോസഫ് അച്ഛനും കുറേ ആളുകളും ഇരുന്ന് ഫയലുകൾ കൊടുത്ത് എല്ലാം കഴിഞ്ഞു. ഞാനും എൻ്റെ ഹസ്ബൻഡും ലാസ്റ്റ് സന്ദർഭത്തിലാണ് അവിടെ എത്തുന്നത്. അപ്പോൾ അച്ഛൻ ഈ ഒരു ക്രീം കളറുള്ള ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ് മാർപ്പാപ്പയും അച്ഛനും നിൽക്കുന്നത് ഞാൻ കണ്ടത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, സുജി നമുക്ക് ആ ഫയലൊന്ന് അച്ഛനെ ഒന്ന് ഏൽപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് വന്ന് പറയുക, നിങ്ങളെന്തിനാണ് വിഷമിക്കുന്നത്? നിങ്ങളുടെ ഫയലൊക്കെ എപ്പോഴേ മാതാവ് ഒപ്പിട്ട് തന്നു എന്ന്. ആ സമയത്താണ് മാതാവ് ഒപ്പിട്ട അമ്മയുടെ കയ്യൊപ്പുള്ള ആ ഫയൽ എനിക്ക് കൈമാറി തന്ന ഈ അൾത്താരയിൽ ഞാൻ കാണിച്ചു തരുന്ന ഈ ഞങ്ങൾക്ക് വീട് തന്ന ഈ ആധാരത്തിൻ്റെ ഒറിജിനൽ കോപ്പിയുമായിട്ടാണ് ഞാൻ സാക്ഷ്യം പറയാൻ വന്നത്. എൻ്റെ ഉടമ്പടി പുതുക്കേണ്ട സമയം ഞാൻ കഴിഞ്ഞു. ഈ പത്രം കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. പക്ഷേ എൻ്റെ ഉടമ്പടി ലംഘിച്ചു പോകുമെന്ന് വിചാരിച്ച് ഞാൻ കഴിഞ്ഞ മാസം 7-ാം തീയതി വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കി. ഈ ഉടമ്പടി ഇന്ന് ഞാൻ ലീവ് എടുത്ത് എൻ്റെ ഹസ്ബൻഡും മക്കളും എല്ലാവരും വന്നിട്ടുണ്ട്. ഈ ആധാരം, ഒറിജിനൽ ആധാരം എൻ്റെ പരിശുദ്ധ അമ്മയുടെ തിരുസന്നിധിയിൽ വന്ന് ഈ ദൈവജനത്തിന് മുമ്പിൽ സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇന്ന് ഈ ത്യാഗം സഹിച്ച് വന്നിരിക്കുന്നത്. ഇത് ഞങ്ങൾക്കൊരു ത്യാഗമല്ല, പരിശുദ്ധ അമ്മയുടെ ഭൂമിയിൽ വരുന്നത് ഞങ്ങൾക്കൊരു നേട്ടമാണ്. ഞങ്ങൾ എന്നും അമ്മയോടും തിരുക്കുമാരനോടും ഞങ്ങൾ കടപ്പെട്ടവരാണ്. രണ്ടാമതായി എൻ്റെ ജോലി സംബന്ധമായൊരു സംബന്ധം എന്ന് പറഞ്ഞാൽ, എനിക്ക് ജോലിയില്ലാതെ ഞാൻ വളരെ നിരാശിതരായിരുന്നു. ഞങ്ങൾ 17 വർഷം വാടകയ്ക്കാണ് രണ്ടാളും
കൂട്ടിമുട്ടിച്ചാൽ പോലും ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ എൻ്റെ മക്കളെ പഠിപ്പിക്കണം, ഒന്നും നടക്കുന്നില്ല. അവിടെ പരിശുദ്ധ അമ്മ ഞങ്ങൾ 2019 വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒരു സ്ഥിരമായി ജോലി ചോദിച്ചു. പരിശുദ്ധ അമ്മ എൻ്റെ ഹസ്ബൻഡിന് ഇവിടുന്ന് പോയി 3-ാം ദിവസം ഇന്ന് വരെയും സ്ഥിരമായി ജോലി, ഒരു ദിവസം പോലും ലീവില്ലാതെ ജോലി തന്ന് അനുഗ്രഹിച്ചു. അതിന് ഞാൻ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി സ്തുതിയും കൃതജ്ഞതർപ്പിക്കുന്നു. അതുപോലെ എൻ്റെ മക്കളുടെ പഠനം എല്ലാവരും പറയുന്ന പോലെ എനിക്കും എൻ്റെ മക്കളെക്കുറിച്ച് ഭയങ്കര വേവലാതിയായിരുന്നു. നല്ലപോലെ പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം, മാർക്ക് വാങ്ങിയാലേ ജീവിക്കാൻ നമുക്കൊരു വഴി ദൈവം തുറന്നു തരുള്ളൂ എന്ന്. അതുപോലെ എൻ്റെ മൂത്ത മോന് ഫസ്റ്റ് റാങ്കോടുകൂടി ഇൻഡസ്ട്രിയൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ പാസ്സാകുവാൻ ആ കോളേജിൽ സാധിച്ചു. അതുപോലെ ഇതുവരെ ഇല്ലാത്തൊരു അത്ഭുതമാണ് എൻ്റെ മോന് ഈ പ്രാവശ്യം എംപ്ലോയിയായി. അവന് ഒരു നിരാശയുടെ വക്കിലാണ് ജോലി നഷ്ടപ്പെട്ട് വന്നത്. ആ ജോലിയുടെ സമയത്ത് ഇവിടുന്ന് പോയി 3-ാം ദിവസം അവന് ജോലി കിട്ടുകയും ജോലിയോടൊപ്പം തന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയും വൈകുന്നേരം 5 മണി മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ ചെയ്തു. അതുപോലെ തന്നെ അവർക്ക് സെക്കൻഡ് റാങ്കോടുകൂടി അവിടെ പാസ്സാകാനും പറ്റി. 3-ാമത്തെ പറഞ്ഞാൽ എൻ്റെ കാലിന് ഫ്രാക്ചർ ഉണ്ടായിരുന്നു. ഞാൻ അഖണ്ഡ ജപമാല സമയത്ത് മാധവനോട് പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു, ഈ കാല് വെച്ച് ഒരു ആശുപത്രിയിലും പോകാതെ എൻ്റെ കാലിൽ ഉടമ്പടി ഉപ്പും നേർച്ച വസ്തുക്കളും ഉപയോഗിച്ച് കുരിശ് വഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മ എനിക്കത് സാധിച്ചു തന്നു, എൻ്റെ സുഖം പ്രാപിച്ചു. അതുപോലെ തന്നെ എൻ്റെ എല്ലാവിധ അസുഖങ്ങൾക്കും, എൻ്റെ വീട്ടിലെ എല്ലാ അസുഖങ്ങൾക്കും ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡിന് തലകറക്കവും ചെവിവേദനയും വന്നു. എൻ്റെ ഒന്നും കേൾക്കില്ലാത്തൊരവസ്ഥ. ഉടമ്പടി തൈലവും തേനും നാവിൽ കൊടുക്കുകയും ഉപ്പും തൈലവും ചെവിയിലും നെറ്റിയിലും തേച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇന്ന് വരെ ആ തലകറക്കവും ചെവി വേദനയും ചെവി കേൾവിക്കുറവും ഉണ്ടായിട്ടില്ല. പരിശുദ്ധ അമ്മ ഇതല്ല എൻ്റെ ചാർച്ചക്കാർക്കും എല്ലാവർക്കും, ഞാൻ അറിയുന്ന എല്ലാവരിലും കോടാനുകോടി നന്ദികൾ സമർപ്പിച്ചു. അവരുടെ എല്ലാം സാക്ഷികളായി ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെയും എൻ്റെ കുടുംബത്തെ ഉയർത്തിയതിനും എനിക്ക് പറഞ്ഞു തീരാത്ത നന്ദികൾ പരിശുദ്ധ അമ്മ ഈ വർഷത്തിനുള്ളിൽ തന്നിട്ടുണ്ട്. എല്ലാ നന്മകൾക്കും കോടാനുകോടി നന്ദിയും സ്തുതിയും ഈ ദൈവജനത്തിന് മുമ്പിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. അതോടൊപ്പം ഞാനും എൻ്റെ കുടുംബവും നിത്യത വരെയും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരസാക്ഷിയായി ജീവിക്കാമെന്നും ഇവിടെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം. ഇവിടെ എനിക്കൊരു വാക്കും കൂടി പറയാനുണ്ട്. ഞാൻ ഈ ഇരിക്കുന്നവരിൽ ഏറ്റവും നിരാശയിലും സങ്കടത്തിലും വിഷമത്തിലും വന്നിരുന്ന ആളാണ്. പരിശുദ്ധ അമ്മ എന്നെ ഇത്രത്തോളം ഉയർത്തിയെങ്കിൽ നിങ്ങൾ ആരും സങ്കടപ്പെടേണ്ട. നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് പോകുമ്പോൾ സന്തോഷവതികളായിട്ടായിരിക്കും പോകുന്നത്. ഇതിലെല്ലാം ഉപരിയായിട്ട് എനിക്ക് 21 എന്നുള്ളൊരു നമ്പർ മാതാവ് സ്വപ്നത്തിൽ കാണിച്ചു തന്നു. അന്ന് ഞങ്ങൾക്ക് വീടിൻ്റെ റേഷായിരുന്നു. പിറ്റത്തെ ജൂൺ മാസം 21-ാം തീയതി ആയിരുന്നു റേഷ്. പിറ്റത്തെ ജൂലൈ 21-ാം തീയതി വൈകുന്നേരം ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് എൻ്റെ പച്ച മെഴുകുതിരിയിൽ കർത്താവിൻ്റെ തിരുഹൃദയം പല രൂപങ്ങളിലായി പ്രത്യക്ഷപ്പെട്ട് തിരിനാളത്തിന് മുകളിലായി രക്തകളർ രീതിയിൽ പരിശുദ്ധ തിരുഹൃദയം ഞങ്ങളുടെ കണ്ണുകളിൽ കാണുകയും എൻ്റെ ഫോണിൽ അത് ഉണ്ടാകിയിട്ടുണ്ട്, ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നീലത്തിരിയിൽ പരിശുദ്ധ അമ്മ കൈകൂപ്പി നിൽക്കുന്ന ഫോട്ടോയും എൻ്റെ നീലത്തിരിയിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന 3 മണിക്ക് ചൊല്ലുന്ന സമയത്ത് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇത്ര വലിയ അനുഗ്രഹം ചെയ്ത അമ്മ എനിക്ക് സ്ഥലം വാങ്ങുവാൻ ഞങ്ങൾക്കൊരു സഹോദരങ്ങളെ ദൂതനായി ആ ഭവനത്തിന് ഒരു കാര്യമില്ലാതെ ഞങ്ങൾക്ക് സഹായം തന്ന ആ പരിശുദ്ധ കുടുംബത്തിനെ ഞാൻ ദൈവത്തിരുന്ന് സമർപ്പിക്കുന്നു. അവരെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും അവരെ മേൽക്കുമേൽ അനുഗ്രഹം കൊണ്ട് വർഷിക്കുകയും ചെയ്യണമേ. എന്നെ എൻ്റെ കുടുംബത്തെയും അമ്മയുടെ തിരുസന്നിധിയിൽ സാക്ഷ്യം വഹിക്കുവാൻ ഇടയാക്കിയ പരിശുദ്ധ നന്മയെ ഓർത്ത് ഞാൻ 1000 നന്ദി പറയുന്നു. പ്രത്യേകിച്ച് എന്നും നമ്മൾക്ക് വചനം നേടിത്തരുന്ന നമ്മുടെ ജീവിതത്തിന് ഡെയിലി ബ്രെഡ് എന്ന് പറഞ്ഞ് ആ പ്രാർത്ഥന ചൊല്ലിത്തരുന്ന ജോസഫ് അച്ഛനെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. അച്ഛൻ്റെ ഡെയിലി ബ്രെഡും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലിയാണ് എൻ്റെ ദിവസം ആരംഭിക്കുന്നത്. ഞാൻ പുറത്തു പോകുമ്പോഴും വരുമ്പോഴും പരിശുദ്ധ അമ്മയുടെ നീല മേലഞ്ഞിക്കുള്ളിൽ പൊതിഞ്ഞുകൊണ്ടാണ് ഞാനും എൻ്റെ കുടുംബവും നടക്കുന്നത്. ഇന്ന് ഈ വാടക വീടുകളിൽ ഞങ്ങൾ 4 ആളും ഇന്നിവിടെ സാക്ഷ്യം പറയാനുണ്ടാകില്ലായിരുന്നു. ഒരു പഴയ വീട്ടിൽ ഞങ്ങൾ വെളുപ്പിനെ ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കിടക്കുമ്പോൾ പെരുമഴയത്ത് ആ വീട് ഇടിഞ്ഞു വീഴുകയും 4 ഉത്തരത്തിൻ്റെ മേൽ ഭിത്തിയിൽ വന്ന് ചുമരിൻ്റെ മുകളിൽ ആ വീട് മൊത്തം ഇരുന്നപ്പോൾ എല്ലാവരും കിരികിരാന്നൊരു ശബ്ദം മാത്രമേ കേട്ടുള്ളൂ. ആ വീട്ടിൽ നിന്നുമാണ് പരിശുദ്ധ അമ്മ
ഞങ്ങൾക്ക് വലിയ കോട്ടങ്ങളും നേട്ടങ്ങളൊന്നുമില്ലാതെ പരിശുദ്ധ അമ്മ സന്തോഷപൂർവ്വം ഒരു കുടുംബം തന്ന അനുഗ്രഹിച്ചത്. അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാവർക്കും കോടാനുകോടി നന്ദി ഞാൻ ദൈവതിരുസന്നിധി സമർപ്പിക്കുന്നു. വാസന മാതാവിന് ആദ്യമേ തന്നെ 1 കോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ലാൻഡി ഡെൻസൺ. ഞാൻ അബുദാബിയിൽ നിന്നും വരുന്നു. ഞാൻ ഡിസംബർ 2023 20-ാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഇത് എൻ്റെ ഹസ്ബൻഡ് ഡെൻസൺ ആൻഡ് എൻ്റെ 3 മക്കൾ ഡെൽന റോസ്, ഡെലൻ ജോൺ ആൻഡ് ഡെസ്ന മരിയ. ആദ്യമേ തന്നെ ആദ്യമത്തെ ഉടമ്പടിയിൽ വെച്ചിരുന്ന ഒരുവിധം കാര്യങ്ങളൊക്കെ എനിക്ക് ഞങ്ങൾ അബുദാബിയിൽ പോയിട്ട് ഇപ്പോൾ 1.5 വർഷത്തിനുള്ളിൽ ലീവിൽ വന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടി. അത് മാതാവിനോടും തിരുക്കുമാരനോടും വന്ന് സാക്ഷ്യപ്പെടുത്താനാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ആദ്യമേ തന്നെ ഞാൻ നിയോഗത്തിൽ എഴുതിയിരുന്ന എൻ്റെ മൂത്ത മകൾ ഡെൽന റോസിൻ്റെ അലർജിയുടെ പ്രോബ്ലമാണ്. അവൾ ജനിച്ച നാൾ മുതൽ അവൾക്ക് അലർജിയുടെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ചു, മരുന്നുകളൊക്കെ ചെയ്തു. പക്ഷെ അതൊന്നും അങ്ങനെ കുറച്ച് നാളത്തേക്ക് കുഴപ്പമുണ്ടാവത്തില്ല. പിന്നെ അങ്ങനെ വീണ്ടും വരും. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് റിക്കവറി ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അബുദാബിയിൽ അവൾ 1 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ അബുദാബിയിൽ പോകുന്നത്. പിന്നെ അവൾ അവിടെ ചെന്നപ്പോൾ ഡോക്ടർമാരെ കാണിച്ചപ്പോൾ പറഞ്ഞു അവർ ചിലപ്പോൾ പൊടിയുടെ അലർജിയാണോ അല്ലെങ്കിൽ ACD ആണോ എന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അലർജിക് ടെസ്റ്റ് അങ്ങനെ എല്ലാ ടെസ്റ്റുകളും ചെയ്തു. പിന്നെ അഡിനോയിഡിൻ്റെ ആണോ എന്ന് അറിയത്തില്ല. അപ്പം എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞു. പക്ഷേ ഡോക്ടർ പറഞ്ഞു പരമാവധി AC-ന്ന് ഒഴിവായി നിൽക്കുക, അല്ലെങ്കിൽ ടെസ്റ്റ് അടിക്കാണ്ടിരിക്കുക. പക്ഷേ ഞങ്ങൾ അബുദാബിയിൽ അങ്ങനെ ഈ 2 പരിപാടിയും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ ഇവിടെ നിന്ന് എടുത്തതിന് ശേഷം അവിടെ ചെന്നതിന് ശേഷം എന്നും കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എത്തിച്ച് കുഞ്ഞിൻ്റെ മൂക്കിലും തലയിലും എല്ലാം തൈലം തൂത്ത് വിശുദ്ധ തൈലം വിശുദ്ധ ഉപ്പും കഴിച്ച് അങ്ങനെ ആദ്യത്തെ എൻ്റെ ഉടമ്പടി പൂർത്തിയാക്കുന്നതിന് മുമ്പ് കുഞ്ഞിൻ്റെ അസുഖം ഒരു 99% ഭേദമായി. ഇപ്പോൾ 1.5 വർഷം ആയി. ഇപ്പോൾ അവൾക്ക് കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ എന്നും അവൾ രാവിലെ എഴുന്നേറ്റിക്കുമ്പോൾ സ്കൂളിൽ പോകുന്നേക്കാൾ മുമ്പ് എന്നും ഡ്രോപ്സൊക്കെ ഒഴിച്ച് രാവിലെ തന്നെ കണ്ണൊക്കെ ചുമന്ന് മൂക്കൊക്കെ ഇങ്ങനെ ഒരു ബോക്സ് ടിഷ്യൂ വേണം കൊച്ചിന് അത് ഒന്ന് ഫിനിഷ് ആവണമെങ്കിൽ. അപ്പോൾ കൊച്ചിന് നേരത്തെ ഓൾറെഡി അവിടെ സ്കൂളിൽ 6:30 ആകുമ്പോൾ ബസ് വരും. അപ്പോൾ ഇവരൊക്കെ 5 o'clock ആകുമ്പോഴേക്കും എഴുന്നേറ്റ് അപ്പോൾ നേരത്തെ എഴുന്നേക്കണം. കാരണം ഇതൊക്കെ ചെയ്ത് കണ്ണൊക്കെ റെഡ്നെസ്സൊക്കെ മാറിയിട്ട് വേണം കുഞ്ഞിന് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വലിയൊരു സാക്ഷിയാണ് എനിക്കത് പറയാനുള്ളത്. പിന്നെ ഞാൻ എഴുതി വെച്ച നിയോഗത്തിൽ നടന്ന എൻ്റെ ഹസ്ബൻഡിൻ്റെയും കുഞ്ഞിൻ്റെയും മോൻ്റെയൊക്കെ കാര്യങ്ങൾ ഒരുവിധം സാധിച്ചു. അതുപോലെ അമ്മ മാതാവ് എന്ത് ചോദിച്ചാലും ഒരു കുഞ്ഞു കാര്യം ചോദിച്ചാലും ഒരു 100 കാര്യങ്ങളായിട്ടാണ് എനിക്ക് തരുന്നത്. വെറുതെ ചുമ്മാ ഇപ്പം എന്തെങ്കിലും ഞാൻ വെറുതെ അതൊന്നും എനിക്ക് കിട്ടത്തില്ല എന്നിങ്ങനെ വിചാരിക്കുമ്പോഴേക്കും പക്ഷെ അത് എങ്ങനെയൊക്കെയോ അത് ഒരു മാസം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുതരും. അതുകൊണ്ട് കൃപാസന മാതാവിൻ്റെ അടുത്ത് എന്ത് മക്കൾ ചോദിച്ചാലും നമ്മൾ വിശ്വസിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. ഞങ്ങളുടെ കുടുംബം ഈ ഉടമ്പടിയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി അവസാനം വരെ നിൽക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ എൻ്റെ ഹസ്ബൻഡിന് കൊടുക്കാം. ഹസ്ബൻഡിന് ഞാൻ എഴുതി വെച്ച നിയോഗമൊക്കെ സാധിച്ചു. പിന്നെ ഹസ്ബൻഡിന് സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ പേര് ഡെൻസൺ, അബുദാബിയിൽ നിന്നാണ് വരുന്നത്. പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും പറഞ്ഞു തീരാത്ത നന്ദി പറയുന്നു. എനിക്ക് 8 വർഷത്തോളമായിട്ട് കൊളസ്ട്രോളിൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. കൃപാസനത്തിൽ ജൂൺ 18-ാം തീയതി 2024 ഉടമ്പടി എടുത്ത് അതിനുശേഷം ഞാൻ ആ ഗുളിക തൊട്ടിട്ടേ ഇല്ല. ആകെ കഴിക്കുന്നത് ഇവിടുന്ന് കിട്ടുന്ന തൈലവും ഉപ്പും പിന്നെ അതേമാതിരി തേനുമാണ് കഴിക്കുന്നത്. പൂർണ്ണമായിട്ടും ഞാൻ എൻ്റെ ഗുളിക മാറ്റിവെച്ചിരിക്കുകയാണ്. പിന്നെ എൻ്റെ നിയോഗത്തിൽ ഞങ്ങൾ ഇവിടുന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം വൈഫ് ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് അവിടെ ചെന്നതിന് ശേഷം ഒത്തിരി ഡിപ്രഷനിലായിരുന്നു ഞാൻ. സാമ്പത്തികമായിട്ടും അല്ലാതെയായിട്ട് ഒത്തിരി ഡിപ്രഷനിലായിട്ട് ശരിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല. ലാസ്റ്റ് ഡോക്ടറെ കണ്ട് ഡോക്ടർ ഗുളിക വേണമെങ്കിൽ ഉപയോഗിക്കാവുന്ന രീതിയിൽ ഗുളിക എടുക്കാമെന്ന് പറഞ്ഞു. ഗുളികയൊക്കെ മേടിച്ചു കൊണ്ടുപോയി. പക്ഷേ ഞാനത് ഉപയോഗിച്ചില്ല. ഞാനതിന് പകരം ഇവിടെ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥന രാത്രി കിടക്കാൻ നേരത്ത് ചെല്ലും. എന്നിട്ടും ഉറക്കം വന്നില്ലെങ്കിൽ ഒരു കൊന്ത എത്തിക്കും, അങ്ങനെ ഉറങ്ങിപ്പോവും. ഇപ്പോൾ സ്ഥിരമായിട്ട് അതാണ് എൻ്റെ സ്ലീപ്പിംഗ് പിൽസ്. പിന്നെ എൻ്റെ കൂട്ടുകാരന് വേണ്ടിയിട്ട് അവരിങ്ങനെ ഡ്രഗ്സിൻ്റെ അടിമപ്പെട്ട ഒരു മകനായിരുന്നു. കൂട്ടുകാരന് വേണ്ടി ഒരു നിയോഗം വെച്ചിരുന്നു. ആ നിയോഗത്തിൽ നമ്മളിപ്പോൾ സിറ്റിയിൽ നിൽക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഉപയോഗങ്ങളുള്ളൊരു വ്യക്തിയായിരുന്നു.
പക്ഷേ മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ അവനൊരു അവിടെ കൂട്ടുകാരൻ അബുദാബിയിലാണുള്ളത്. അവനിങ്ങനെ ഒരു ട്രാൻസ്ഫർ കിട്ടി ഒരു ഐലൻഡിലേക്ക്, ഒരു മിലിറ്ററി ഏരിയ ആണ്. അത് കാരണം കൊണ്ട് അവൻ അതിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടും മാറി. ഇത്രയൊക്കെയാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. പിന്നെ ഞാൻ ബുർജിൽ ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഞാൻ പെയിൻ ക്ലിനിക്കിൽ വേദനിച്ച് വരുന്ന ആൾക്കാർക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുന്ന ഒരു ക്ലിനിക്കാണ് ഞങ്ങളുടെ. അപ്പോൾ വന്ന് ഓൾറെഡി അവർ ഒരുപാട് വേദനയോട് കൂടിയാണ് ആ ക്ലിനിക്കിലേക്ക് വരുന്നത്. നട്ടെല്ല് വേദന, കഴുത്ത് വേദന, അങ്ങനെ ഒരുപാട് വേദനകളോട് കൂടിയിട്ടാണ് വരുന്നത്. അപ്പോൾ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷനാണ് അവിടെ എടുക്കുന്നത്. അത് എടുക്കുമ്പോൾ വലിയ നീഡിൽ വെച്ച് നട്ടെല്ലിൽ കുത്തുന്ന സൂചി വെച്ചിട്ടാണ് ഡോക്ടർ എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അസിസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. ആ വേദനിച്ച് വീൽ ചെയറിലൊക്കെ ആയിരിക്കും വരുന്നതൊന്നും നടക്കാൻ പോലും കുനിഞ്ഞ് തണ്ടലൊക്കെ വിലങ്ങിയിട്ട് വരുന്ന പേഷ്യൻസ് ആയിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ എൻ്റെ കയ്യിൽ എപ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ ഒരു ലാമിനേറ്റ് ചെയ്തൊരു ഷീറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ നോക്കി അതിൽ മനസ്സിൽ പ്രാർത്ഥിച്ച്, കാരണം എല്ലാവർക്കും ഇഞ്ചക്ഷൻ എടുത്ത് 50% ഓക്കെയാണ്, 50% റിക്കവറി അത് അവരുടെ ബോഡി അനുസരിച്ചിരിക്കും. അപ്പോൾ അവരോട് പ്രാർത്ഥിക്കും. കാരണം അവർ ഓൾറെഡി വേദനിച്ച് വന്നിട്ട് വീണ്ടും ഈ ഇത്ര വലിയ നീഡിൽ കുത്തുമ്പോൾ അവർക്കുള്ള ആ വേദനയും കൂടി സഹിച്ചിട്ട് പിന്നെയും വേദന കുറവില്ലെങ്കിലുള്ള അവസ്ഥ. അപ്പോൾ അങ്ങനെ ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പിറ്റേ ദിവസം വരുമ്പോൾ അവർ ഫോളോ അപ്പിന് വരുമ്പോൾ ഒരുപാട് ആശ്വാസമായി. അവർ ഒരുപാട് താങ്ക്സ് പറയാറുണ്ട്. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞു മോളെടുക്ക് പറയാനുണ്ടായ സാക്ഷി എന്ന് പറയുന്നത്, 2 വയസ്സിൽ അവളുടെ പല്ല് 4 എണ്ണം ചോക്ലേറ്റൊക്കെ കഴിച്ചെടുത്ത് കളഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 6 വയസ്സാവാറായിട്ടും കുഞ്ഞിന് പല്ലൊന്നും വരുന്നില്ല. അത് മിൽക്ക് ടീത്ത് വന്ന് സാധാ വരുന്ന പല്ലാണെന്ന് വിചാരിച്ച് ഞങ്ങൾ വെച്ചു. പക്ഷെ ഞങ്ങൾ ഉടമ്പടിയിൽ എടുത്തതിന് ശേഷം ആൾ കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ എന്നും ഒരു മാസത്തോളം കണ്ടിന്യൂസ് കുഞ്ഞിൻ്റെ പല്ലുമ്മ വിശുദ്ധ തൈലം തേച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ ഫ്രണ്ടിലെ 2 വലിയ ടീത്ത് അത് മുഴുവനായിട്ടും പൂർണ്ണ വളർച്ചയിൽ വന്നു. കാരണം വളരെ ഇതായിരുന്നു. കാരണം 4 പല്ലില്ലാണ്ട് ചിരിക്കുമ്പോഴൊക്കെ ഭയങ്കര ഇതായിരുന്നു അവൾക്ക്. അപ്പോൾ അത് സാക്ഷ്യപ്പെടുത്താനാണ് കുഞ്ഞ് ഇവിടെ സാക്ഷ്യം പറയണമെന്നൊക്കെ പറഞ്ഞ് റെഡിയായിട്ട് വന്നതാണ്. പക്ഷേ ഇപ്പോൾ പേടിയായിട്ടാണ് പറയാത്തത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം, പിന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട്. ഇന്നൊന്നും പറഞ്ഞാൽ തീരാത്ത അത്ര അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. പിന്നെ ആത്മീയമായിട്ട് ഉടമ്പടിയിൽ വന്നതിന് ശേഷം ഒരുപാട് കൊന്തകൾ ചെല്ലാനും, അതുപോലെ ഞങ്ങൾ അവിടെയെന്ന് വെച്ചാൽ പള്ളിയിൽ എന്നൊന്നും പോകാനായുള്ള ഒരു സാഹചര്യം ഞങ്ങൾക്കില്ല. കാരണം ഡ്യൂട്ടി തുടങ്ങുന്നത് 7 മണിക്കാണ്, അവിടെ കുർബാന 6:30-ക്കാണ്. പിന്നെ രാവിലെ പിള്ളേരെ സ്കൂളിൽ വിടണം. അവിടുത്തെ സാഹചര്യങ്ങളനുസരിച്ച് അതിനുള്ളതില്ല. പിന്നെ കഷ്ടപ്പെട്ടാൽ നമുക്ക് പോകാൻ പറ്റും, അങ്ങനെ പോകുന്നവരുണ്ട്. അതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആഴ്ചയിൽ ഞങ്ങളിപ്പോൾ കുർബാന മുടക്കാറില്ല. അതുപോലെ കുമ്പസാരം എന്ന് പറഞ്ഞാൽ അവിടെ ഞങ്ങൾ ഈസ്റ്റർ, ക്രിസ്മസ് അങ്ങനെയൊക്കെ വരുമ്പോൾ കുമ്പസാരിച്ച് അങ്ങനെയാണ്. അങ്ങനെ ഒരു ഗൾഫുകാരുടെ ഒരു ഇത്. പക്ഷേ ഞങ്ങൾ ഇത് ഉടമ്പടിയിലായതിനു ശേഷം ഞങ്ങൾക്ക് മാസത്തിൽ ഒരു ദിവസമെങ്കിലും പോയി കുമ്പസാരിച്ചില്ലെങ്കിൽ, അത് ഇംഗ്ലീഷ് ആയിക്കോട്ടെ മലയാളം ആയിക്കോട്ടെ, എനിക്കും അതെ ഹസ്ബൻഡിനും അതെ ഒരു സമാധാനമില്ല. അപ്പം അങ്ങനെ കൂടുതൽ ദൈവത്തോട് അടുക്കാനായിട്ട്, അതുപോലെ ചെറുപ്പം മുതൽ മാതാവിൻ്റെ വിശ്വാസത്തിലുള്ളൊരു മകളായിരുന്നു ഞാൻ. കാരണം ഡാഡിയും മമ്മിയൊക്കെ അതുപോലെ പള്ളിയിൽ പോകാൻ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. ഒരു ദിവസം പോലും പള്ളിയിൽ മുടങ്ങാണ്ട് ഞങ്ങളെ വിടുമായിരുന്നു. നിർബന്ധിച്ചാലും അന്നൊന്നും അങ്ങനെ അത്ര ഇതില്ലെങ്കിലും വിടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ മാതാവിനോടുള്ള ആ ചെറുപ്പത്തിലുള്ള വിശ്വാസം കൃപാസന മാതാവിനെ കിട്ടിയപ്പോൾ അത് ഇരട്ടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ എന്നെക്കാളും കൂടുതലായിട്ട് എൻ്റെ ഹസ്ബൻഡാണ് കൂടുതൽ ഭക്തിയിൽ വന്നേക്കുന്നത്. കാരണം ആളാണ് കൂടുതൽ പ്രാർത്ഥനകളെല്ലാം ഇവിടെ പറയുന്ന പോലെ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും എന്നെക്കാളും കൂടുതലായിട്ട് ചെയ്യുന്നത്. അങ്ങനെ ആൾക്കായാലും ഒത്തിരി പ്രാർത്ഥിക്കാനും ബൈബിള് വായിക്കാനും, ബൈബിളൊക്കെ ആൾ ഒരുവിധം ഫസ്റ്റ് ഇത് തുടങ്ങി ഒരു ഹാഫ് വരെ വായിച്ച് ഒരുവിധം കഴിഞ്ഞു. ആളിങ്ങനെ മാർക്ക് ചെയ്ത് ഓരോ ദിവസം എന്നെക്കാളും കൂടുതൽ ആൾക്ക് സമയം കിട്ടുന്നുണ്ട്. എൻ്റെ ടൈമല്ല ആളുടെ ടൈം. അപ്പോൾ ആൾ ഒത്തിരി വായിക്കുന്നുമുണ്ട്. ആൾ ആത്മീയമായിട്ട് ഒരുപാട് മാറിയിട്ടുണ്ട്. ഞാനും അങ്ങനെ മാതാവിനോട് കൂടുതൽ അടുക്കാനും, പിന്നെ പ്രത്യേകമായിട്ട് ഞങ്ങൾക്ക് കുടുംബത്തിൽ വളരെ സമാധാനമാണ് ഇപ്പോൾ കിട്ടുന്നത്. മാതാവിൻ്റെ അടുത്ത് വന്നപ്പോൾ എത്ര വലിയ പ്രശ്നം ഉണ്ടെങ്കിലും, ഫിനാൻഷ്യലി ആയാലും, നമുക്ക് ഇപ്പോൾ ജോലി സ്ഥലത്ത് നമുക്ക് സ്ട്രെസ്സ് എന്ത് വന്നാലും മാതാവിൻ്റെ ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒരു 2-3 പ്രാവശ്യം നമ്മൾ അടുപ്പിച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ അതിനൊരു സമാധാനം ആ ദിവസത്തിനുള്ളിൽ നമുക്ക് കിട്ടിയിരിക്കും. അത് ഞങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതെല്ലാം പറയാനിപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ്. പിന്നെ വേറെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവിടെ പാവങ്ങളെന്ന് പറയാൻ ഞങ്ങൾക്ക് ഇവിടെയൊന്നും കാണുന്ന പോലെ അങ്ങനെ പാവങ്ങളെയൊന്നും കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അവിടെയുള്ളത് ഈ ബിൽഡിങ്സൊക്കെ പണിയുന്ന ചേട്ടന്മാർ വെയിലത്തൊക്കെ നിന്ന് അവിടെ ഇങ്ങനെ കോൺട്രാക്റ്റ് കൊടുത്ത് അവരാണ് കുറച്ച് പേര്
അവിടെ ഉള്ളത് ഞങ്ങൾക്ക് കൊടുക്കാം. പിന്നെ അങ്ങനെയൊന്നും ഫുഡ് കൊണ്ട് കൊടുക്കാൻ അവിടെ അലൗഡ് അല്ല. അറബികളല്ലേ അവിടുത്തെ, അവർ അങ്ങനെ നമുക്ക് സമ്മതിക്കില്ല. അവർ അതൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളെ ഇത് പ്രശ്നമാക്കും. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ എല്ലാ മാസവും അവർക്ക് ഫുഡ് അത്യാവശ്യം ഞങ്ങളുടെ ഒരു എമൗണ്ട് ഞാനത് മാതാവിനോട് പറഞ്ഞ് ഉടമ്പടിയിൽ വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തു തുടങ്ങിയത്. അതുവരെ ഞങ്ങളങ്ങനെ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കും നമ്മളെക്കൊണ്ട്, പക്ഷെ അതങ്ങനെ ഒരു നിയോഗമായിട്ടെടുത്ത് അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതിൻ്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ഒരുപാട്. ഇപ്പം ഒരു മാസം അത്ര പേർക്ക് ഫുഡ് കൊടുത്താൽ ഞങ്ങൾക്ക് ആ ഒരു മാസം ചിലപ്പോൾ 3 പേര് അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഫിനാൻഷ്യലി, പിന്നെ ഞങ്ങളുടെ വീട് പണിതു, മാതാവ് വീട് പണിത് തന്നു. ഫിനാൻഷ്യലിയും കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. പക്ഷെ അതിനൊക്കെ എല്ലാം, അതായത് ഹൗസിംഗ് ലോണും അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഈ മാതാവിൻ്റെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് ഒരു മുട്ടും വന്നിട്ടില്ല. ഇപ്പോഴും ഞങ്ങൾ നാട്ടിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ 2 വർഷം കൂടുമ്പോഴാണ് ഞങ്ങൾ നാട്ടിൽ വരാറ്. ഇപ്പോൾ 1.5 വർഷത്തിനുള്ളിൽ ഞങ്ങൾ നാട്ടിൽ വന്നു. ഞങ്ങളുടെ ബ്രദർ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നാട്ടിൽ വരാൻ ഞങ്ങൾക്ക് ശരിക്കും ഫിനാൻഷ്യലി ടൈറ്റായിരുന്നു. കാരണം പിള്ളേരുടെ വെക്കേഷനും പിള്ളേരുടെ സ്കൂൾ ഫീസ് അങ്ങനെ ഒരുപാട് ചിലവുകളുണ്ട് അവിടെ. പക്ഷെ ഞങ്ങൾ 2 പേര് ജോലി എടുത്താൽ പോലും ഞങ്ങളെക്കൊണ്ട് താങ്ങാൻ പറ്റാത്ത ചിലവുകളുണ്ട്. പക്ഷെ നമ്മൾ മാതാവിൻ്റെ കൃപയാൽ എല്ലാം സ്മൂത്തായിട്ട് പോകുന്നു. മാതാവിൻ്റെ ഉടമ്പടിയിൽ ചേർന്നതിന് ശേഷം ഞങ്ങൾക്ക് അങ്ങനെ ഫിനാൻഷ്യലി ഒരു പ്രോബ്ലംസിന് ബുദ്ധിമുട്ട് വന്നിട്ടില്ല. പിന്നെ ഞങ്ങളെക്കൊണ്ട് കഴിയാവുന്ന നമ്മൾ എന്ത് ചെയ്തു കൊടുത്താലും മറ്റുള്ളവർക്ക് ഒരു കുഞ്ഞു കാര്യം ചെയ്തു കൊടുത്താൽ ഞങ്ങൾക്ക് അതിൻ്റെ ഇരട്ടി ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഫുഡിൻ്റെ കാര്യം. പിന്നെ ഞാൻ ഹസ്ബൻഡ് പറയൂ കേട്ടോ. സാക്ഷ്യം പറയാനൊരു കാര്യം വിട്ടുപോയി. ഞാൻ വീക്കെൻഡിൽ ഇങ്ങനെ മദ്യപാനമുള്ളൊരു വ്യക്തിയായിരുന്നു. ജൂൺ 18-ാം തീയതി ഉടമ്പടി എടുത്തതിന് തുടങ്ങി ഇന്നേ നിമിഷം വരെ അതിൽ നിന്നൊക്കെ മാറി നിൽക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ടൊക്കെ ചെയ്യുന്ന വൈഫ് പറഞ്ഞല്ലോ. പിന്നെ പത്രം കൊടുക്കുക, ഇവിടുത്തെ പത്രങ്ങൾ മേടിക്കുക, കൊണ്ടു കൊടുക്കുക. ഈ ഇവിടെ വരുന്നതിന് മുമ്പ് ഒരു കാരുണ്യപ്രവൃത്തിയും പ്രേക്ഷണ പ്രവർത്തനം ചെയ്തിട്ട് വരണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഇന്നലെ സാധിച്ചു. ഞങ്ങൾ അവിടുന്ന് വരുന്നതിന് മുമ്പ് പത്രങ്ങളൊക്കെ മേടിച്ച് മമ്മി ഇവിടെ ഉടമ്പടി എടുത്ത ആളാണ്. മമ്മിയെ കൊണ്ട് മേടിച്ച് വെച്ചിട്ട് ഞങ്ങൾ ഇന്നലെ പോയിട്ട് ഇവിടുത്തെ പത്രമെല്ലാം എല്ലാവർക്കും അർഹതപ്പെട്ടവർക്ക് കൊണ്ടു കൊടുത്തു. അതേമാതിരി അവർക്ക് കുറേ പേരെ ഫുഡ് കഴിക്കാത്ത ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അവരോടത് ഫുഡ് വേണമെന്ന് ചോദിച്ചിട്ട് അവർക്ക് ഞങ്ങൾ കൊണ്ടു കൊടുത്തു. ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന കൃപാസന മാതാവിനും. എഫേസ്യസ് 2:8 വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ കർത്താവിനും പരിശുദ്ധ അമ്മ കൃപാസന മാതാവിനും ഞങ്ങളുടെ ഒരുപാട് നന്ദി. എൻ്റെ പേര് നിഷ രാജ. ഇതെൻ്റെ ഭർത്താവ് രാജ അഗസ്റ്റിൻ. ഞങ്ങൾ ഗുജറാത്തിൽ സെറ്റിൽഡാണ്. ഗുജറാത്ത് സെൻറ്റ് ആൻസ് ചർച്ച് ജുനഗഡ് അംഗങ്ങളാണ്. ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് 20 വർഷമായി. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. വിവാഹം 2004 കഴിഞ്ഞ് 2005 ഡിസംബറിൽ ഞാൻ 9 മന്ത്സ് കംപ്ലീറ്റ് ചെയ്ത് ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു. പക്ഷേ മരിച്ചാണ് പ്രസവിച്ചത്. അതിനുശേഷം 6 പ്രാവശ്യം മിസ്കാരേജും 4 പ്രാവശ്യം DNCയും 3 പ്രാവശ്യം ലാപ്രോസ്കോപ്പിക് സർജറിയും 2 പ്രാവശ്യം ഹിസ്ട്രോസ്കോപ്പിയും 1 പ്രാവശ്യം അമൃത ഹോസ്പിറ്റലിൽ IVFും ചെയ്തു. പക്ഷേ റിസൾട്ടെല്ലാം 0 ആയിരുന്നു. ഞങ്ങൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റിന് പോയി. ഞങ്ങളുടെ കയ്യിൽ 22 ഡോക്ടേഴ്സിൻ്റെ ഫയലുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് അമൃത ഹോസ്പിറ്റലിൽ നിന്ന് റെഫറൻസ് കിട്ടിയാണ് ഞങ്ങൾ തിരിച്ച് ഗുജറാത്തിന് അഹമ്മദാബാദ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി. അവിടെ മെയിൻ ഡോക്ടർ തന്നെ ഞങ്ങളെ അറ്റൻഡ് ചെയ്തു. ഡോക്ടർ പറഞ്ഞു, എനിക്കൊരു ചലഞ്ചിങ് കേസാണ്, ഞാൻ നിങ്ങൾക്ക് റിസൾട്ട് തന്നിരിക്കും, നിങ്ങൾ എൻ്റെ പേഴ്സണൽ പേഷ്യൻ്റാണ് എന്ന് ഡോക്ടറിന് വളരെ വിശ്വാസമായിരുന്നു. അത് കണ്ട് ഞങ്ങൾക്കും ഒത്തിരി സന്തോഷമായി. ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോയി. പക്ഷേ അപ്പോഴും റിസൾട്ടൊന്നും കിട്ടിയില്ല. ഡോക്ടറിന് അവസാനം വാക്കുകളില്ലാതായി. ഒരു പ്രാവശ്യം ഞങ്ങൾ അഹമ്മദാബാദ് പോയപ്പോൾ ഞാൻ ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി. റിസൾട്ട് കിട്ടാതായപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഡോക്ടറിന് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലായി. അങ്ങനെ 2022 ജൂലൈ 11-ാം തീയതി ഞങ്ങൾ
കൃപാസനത്തിൽ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തു. അങ്ങനെ ഞങ്ങൾക്ക് നേർച്ച വസ്തുക്കൾ കിട്ടി. ആ പ്രാവശ്യം ഞങ്ങൾ തിരിച്ച് ഗുജറാത്തിന് പോയപ്പോൾ ഞങ്ങളുടെ കയ്യിൽ കൊന്ത, കാശ് രൂപം, പത്രം ഇവയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ തിരിച്ച് ജുനാഗഡ് പള്ളിയിലെത്തിയത്. പള്ളിയിലെത്തിയ ഉടനെ ഞങ്ങൾ വികാരിയച്ഛനെ കണ്ട് ഞങ്ങളിങ്ങനെ ഉടമ്പടി എടുത്ത കാര്യം പറഞ്ഞു. അച്ഛന് വളരെ സന്തോഷമായി. അച്ഛൻ ഞങ്ങളെ ആത്മീയതയിൽ വളരെ സപ്പോർട്ട് ചെയ്തു. ഞങ്ങളുടെ പള്ളിയിൽ ആകെ 45 ഫാമിലീസാണ് ഉള്ളത്. അതിൽ 43 ഫാമിലീസും ഗോവൻസും കന്നഡക്കാരുമാണ്. ആകെ 3 മലയാളി ഫാമിലീസ് മാത്രമാണുള്ളത്. എൻ്റെ കയ്യിലുള്ള പത്രമായിരുന്നെങ്കിൽ മലയാളത്തിലായിരുന്നു. എനിക്ക് ഇവരെ എങ്ങനെ കൃപാസനം മാതാവിനെ കുറിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തും എന്നോർത്തിട്ട് വളരെ വിഷമമുണ്ടായി. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, ഇവിടെ ഞങ്ങൾക്ക് ടെസ്റ്റ് മണി തരണമേ, ഞങ്ങൾക്ക് സാക്ഷ്യം തരണമേ. ഈ പള്ളിയിൽ ഇവർക്ക് വിശ്വാസക്കുറവുണ്ട്, അവർക്ക് ഇവിടെ സാക്ഷ്യം തരണമേ എന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് 3 സാക്ഷ്യം കിട്ടി. അതിൽ ഒരു സാക്ഷ്യം ഒരാൾ വെന്റിലേറ്ററിലായിരുന്നു, സാക്ഷ്യം കിട്ടി. അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷിച്ചു. മാതാവ് ഞങ്ങളെ കൂടെ ഉണ്ടായ അനുഭവമുണ്ടായി. ഒക്ടോബറിൽ 3 ഫാമിലീസ് ഇവിടെ വന്ന് ഇംഗ്ലീഷ് ഉടമ്പടി എടുക്കാൻ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഉടമ്പടി ജീവിതത്തിൽ പൂർണ്ണമായിട്ട് ലയിച്ച് ജീവിച്ചു. ഞങ്ങൾ ആത്മീയതയിൽ വളർന്നു. ഞങ്ങൾ എല്ലാ തരത്തിലും ഡെയിലി കുർബാന കാണുകയും ഉടമ്പടി പ്രാർത്ഥന ചെല്ലുകയും ഉടമ്പടി ധ്യാനം കൂടുകയും ഒക്കെ ചെയ്തു പോന്നു. കാരുണ്യ പ്രവൃത്തി എല്ലാം ചെയ്തു. ഉടമ്പടി തൈലം തൂത്ത് പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ സെപ്റ്റംബർ 2023 നാട്ടിൽ വന്നു. നാട്ടിൽ വന്നപ്പോൾ വീണ്ടും ഉടമ്പടി പുതുക്കി. ഞങ്ങൾക്ക് കുറേയൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ആ പ്രാവശ്യം അച്ഛനെ കാണാൻ, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാൻ ഞങ്ങൾക്ക് അവസരം കിട്ടി. ഞങ്ങൾ അച്ഛനെ കണ്ടു. അച്ഛൻ ഞങ്ങൾക്ക് മാതാവിൻ്റെ മെഡൽ തന്നു, തലോണിയുടെ അടിയിൽ വെക്കാൻ പറഞ്ഞു. പിന്നെ തൈലം തേച്ച് അപ്പോൾ തന്നെ അടിവയറ്റിൽ തേച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അച്ഛൻ ഞങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട്, നിങ്ങളുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞ് നിങ്ങൾക്ക് ജനിക്കും, നിങ്ങൾ സാക്ഷ്യം പറയാൻ വരണം എന്ന് പറഞ്ഞു. അത് ഞങ്ങൾ പൂർണ്ണമായിട്ട് അപ്പോൾ തന്നെ വിശ്വസിച്ചു. ആ പ്രാവശ്യം ഞാൻ തിരിച്ച് ഗുജറാത്തിന് പോയപ്പോൾ ഞാൻ ഒരു ജ്ഞാനസ്നാന വലിയ തിരി വാങ്ങിച്ചുകൊണ്ട് പോയി. ഞാൻ എൻ്റെ അലമാരി തുറന്ന് കാണുന്ന സ്ഥലത്ത് തന്നെ ആ തിരി വെച്ചിട്ട് ഞാൻ എല്ലാ ദിവസവും കൃപാസനം മാതാവിനോട് ചോദിക്കുമായിരുന്നു, മാതാവേ, എന്നാണ് ഞാൻ ഈ തിരിയുമായി പള്ളിയിൽ കയറുന്നത്? എന്നാണ് ഞങ്ങൾക്ക് ഈ സന്തോഷം തരുന്നത്? ഞങ്ങൾ എത്ര നാൾ കാത്തിരുത്തും എന്നൊക്കെ ഞാൻ മാതാവിനോട് ചോദിച്ചു. ഞങ്ങളുടെ കുഞ്ഞിനെ മുഖം കാണാൻ ഞങ്ങൾക്ക് അനുഗ്രഹം തന്നമേ എന്നൊക്കെ ഞാൻ മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഉടമ്പടി ജീവിതം കറക്റ്റായിട്ട് അച്ഛൻ പറയുന്നത് പോലെ വിശ്വാസത്തിലും വിശ്വസ്തതയിലും ഞങ്ങൾ നിവർത്തി പോന്നു. ഞങ്ങൾക്ക് അങ്ങനെ 11 മാസം കഴിഞ്ഞ് ഞാൻ കൺസീവായി. അച്ഛൻ മെസ്സേജ് തന്ന് 11 മന്ത്സ് കഴിഞ്ഞ് ഞാൻ കൺസീവായി. ഓഗസ്റ്റിൽ ഞാൻ കൺസീവായി. ഞാൻ നാട്ടിലായിരുന്നു. നാട്ടിൽ ഞങ്ങൾ അറിഞ്ഞില്ല കൺസീവായത്. ഞങ്ങൾ സാധാരണ ജീവിതം പോലെ നയിച്ചു പോന്നു. അങ്ങനെ ഒക്ടോബർ ജപമാല റാലിക്ക് ഞങ്ങൾ പോയി. അതിനു മുൻപ് അച്ഛൻ ഈ മെസ്സേജ് തന്ന് ഞാൻ തിരിച്ച് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്കൊരു സ്വപ്നമുണ്ടായി. ആ സ്വപ്നത്തിൽ ഞാൻ കൃപാസനം മാതാവിനെ കണ്ടു. മാതാവിൻ്റെ അടുത്ത് ഒത്തിരി കുഞ്ഞുങ്ങൾ, അതിലൊരു ചോര കുഞ്ഞിനെ മാതാവ് എൻ്റെ കയ്യിലോട്ട് നീട്ടുന്നു. ഞാൻ ആ കുഞ്ഞിനെയുമായിട്ട് ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കുന്നു. ഇതായിരുന്നു സ്വപ്നം. പക്ഷെ സ്വപ്നത്തിൽ കണ്ട മാതാവ് അൾത്താലയിലിരിക്കുന്ന മാതാവിൻ്റെ മുഖമായിരുന്നില്ല. ഇച്ചിരി വ്യത്യാസം ഉണ്ടായിരുന്നു. ഇച്ചിരി പ്രായമൊക്കെ തോന്നണ പോലെ എനിക്ക് തോന്നി. എന്നാലും ഞാനത് വിശ്വസിച്ചു. പക്ഷെ ഞാൻ ഈ സ്വപ്നം കണ്ട കാര്യവും അച്ഛൻ മാതാവിൻ്റെ മെസ്സേജ് തന്ന കാര്യം ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു. ഞങ്ങളുടെ ട്രീറ്റ്മെൻ്റ് എല്ലാം നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളോട് പല ആൾക്കാരും പറഞ്ഞു, നിങ്ങൾ ഇനിയും ട്രീറ്റ്മെൻറ്റിന് പോകണം, ഇന്ന ഡോക്ടറിനെ കാണണം, ഇന്ന അച്ഛൻ്റെ അടുത്ത് പോകണം, ഇന്ന അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും. പക്ഷേ ഞങ്ങളെ ഒറ്റ വാക്കിൽ ഉറച്ചു നിന്നു, ഞങ്ങൾക്ക് കൃപാസനം മാതാവിൻ്റെ മെസ്സേജ് ഉണ്ട്, ജോസഫ് അച്ഛൻ വഴി ഞങ്ങൾക്ക് കുഞ്ഞിനെ കിട്ടും, ഞങ്ങൾക്ക് കുഞ്ഞുണ്ട് എന്ന് ഞങ്ങൾ ഉറപ്പിച്ച് എല്ലാവരോടും വിളിച്ചിപ്പോൾ ഞങ്ങൾ പറയുമായിരുന്നു. ഞങ്ങൾക്ക് അത്ര ഉറപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ ജപമാല റാലി കൂടി. 2023 ജപമാല റാലി കൂടി. റാലിക്ക് ഞാൻ വന്നപ്പോഴാണ് അലങ്കരിച്ച മാതാവിനെ കണ്ടത്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായി. ഈ മാതാവിനെ ആണല്ലോ ഞാൻ സ്വപ്നത്തിൽ കണ്ടതെന്നോർത്ത് എനിക്കങ്ങോട്ട് ഭയങ്കര വിശ്വാസം. ദൈവമേ, എൻ്റെ കുഞ്ഞ് എനിക്ക് കിട്ടുകയാണ്. പക്ഷേ അപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് ഞാൻ അറിയുന്നുമില്ല.
പക്ഷേ എനിക്ക് വിശ്വാസമായിരുന്നു ഈ മാതാവിനെ കണ്ടുകൊണ്ട് എനിക്ക് കുഞ്ഞുറപ്പാണെന്ന്. പക്ഷേ റാലി കഴിഞ്ഞ് ഞങ്ങൾക്ക് ഗുഡ് ന്യൂസ് ഞങ്ങൾ അറിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ഡിസംബർ തുടങ്ങി എല്ലാ ഉടമ്പടി ധ്യാനം എല്ലാ സൺഡേസും ഇവിടെ ഞാനും എൻ്റെ ഹസ്ബൻഡും വരുമായിരുന്നു. ഇവിടെ വന്ന് ധ്യാനം കൂടുമായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. 3 മാസം വരെ അങ്ങനെ ഞങ്ങൾ വന്നു. മാർച്ച് പകുതി വരെ വന്നു. അതിനുശേഷം എൻ്റെ ഹസ്ബൻഡ് ഒറ്റക്ക് വന്ന് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ മാതാവിനോട് എപ്പോഴും പറയുമായിരുന്നു, മാതാവേ ഞാനല്ല ഗർഭിണി, നീയാണ് ഗർഭിണി, നിൻ്റെ വയറ്റിലാണ് കുഞ്ഞ് കിടക്കുന്നത്, ഇത് നിൻ്റെ കുഞ്ഞാണ്. അന്ന് തുടങ്ങി ഞാൻ മാതാവിനെ ഗർഭിണിയായ കൃപാസന മാതാവിനെ കണ്ടുകൊണ്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേച്ചത്. മാതാവ് അനുഗ്രഹിച്ച് ഞങ്ങളുടെ ജേർണി മുന്നോട്ട് പോയി. ഞങ്ങൾ എറണാകുളത്തെ ഒരു ഹോസ്പിറ്റലാണ് കാണിച്ചത്. അത് ഗുജറാത്തിലുള്ള ഹോസ്പിറ്റലിൻ്റെ ബ്രാഞ്ചായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ചെക്കപ്സ് എല്ലാം നന്നായിട്ട് തന്നെ മുന്നോട്ട് പോയി. 7 മാസമായപ്പോൾ കുഞ്ഞിൻ്റെ ലങ്സിന് സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി ഇഞ്ചക്ഷൻ തന്നതിൻ്റെ ഭാഗമായി എനിക്ക് ഫ്ലൂയിഡ് ഡിസ്ചാർജ് ഉണ്ടായി. ഞങ്ങൾ ഒത്തിരി വിഷമിച്ചു, മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. എൻ്റെ ഹസ്ബൻഡ് ഫാസ്റ്റിംഗ് പ്രെയർ എടുത്തു 100 ദിവസത്തെ. അത് ഡെലിവറിക്ക് ശേഷമാണ് അത് ഫാസ്റ്റിംഗ് പ്രെയർ കഴിഞ്ഞത്. ഞങ്ങൾ കൃപാസനം മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എല്ലാ ദിവസവും ഉടമ്പടി തൈലം തൂത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾ ഡെയിലി ഞാൻ ഒരു ദിവസം പോലും ഞാൻ കുർബാന മുടക്കിയിട്ടില്ല. പ്രഗ്നൻ്റായ ഞാൻ ഡെയിലി പള്ളിയിൽ പോവുമായിരുന്നു. ഒറ്റ ദിവസം കുർബാന മുടക്കിയില്ല. അതിനുശേഷം ഞങ്ങൾ മെയിൻ ഡോക്ടറിനെ വിളിച്ചു, അഹമ്മദാബാദിലെ ഡോക്ടറിനെ വിളിച്ചു. കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡെലിവറിക്ക് പാരൻ്റ് ഹോസ്പിറ്റലിൽ പോന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 8 മാസം കഴിഞ്ഞപ്പോൾ ഗുജറാത്തിന് പോയി. അവിടെ അഡ്മിറ്റായി സോണോഗ്രഫിയൊക്കെ ചെയ്തു. അപ്പോൾ ഡോക്ടറിന് ഇതിനു മുമ്പ് അറിയായിരുന്നു ഇത് നോർമൽ ആയിട്ട് കൺസീവ് ആയതാണെന്ന്. ഡോക്ടറിന് ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പോൾ ഹിന്ദു ഡോക്ടർ എന്നെ ചെക്കപ്പ് ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു വേറെ ഡോക്ടേഴ്സിനെയുമായിട്ടും കൂടി കൺസൾട്ട് ചെയ്ത് ഡിസ്കസ് ചെയ്തിട്ട് സോണോഗ്രാഫിയുടെ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു നമുക്ക് സിസേറിയനാണ് ഡോക്ടർ പ്ലാൻ ചെയ്തിരുന്നത്. ഡോക്ടർ പറഞ്ഞു നമുക്ക് നോർമൽ ട്രൈ ചെയ്യാം, ഇവരുടെ സ്പെഷ്യൽ കേസാണെന്ന് പറഞ്ഞു. അങ്ങനെ അഡ്മിറ്റായി 3-ാം ദിവസം ഏപ്രിൽ 23-ന് 12:10 സുഖപ്രസവമായി ഞങ്ങൾക്ക് ആരോഗ്യമുള്ളൊരു ആൺകുഞ്ഞിനെ മാതാവ് തന്ന് അനുഗ്രഹിച്ചു. അന്ന് എൻ്റെ ബർത്ത്ഡേ കൂടിയായിരുന്നു. മാതാവ് എനിക്ക് തന്ന ബർത്ത്ഡേ ഗിഫ്റ്റ് കൂടിയാണ് ഈ ആൺകുട്ടി. ഞങ്ങൾ അതിനുശേഷം ഒരു ദിവസം മാത്രം കുഞ്ഞിനെ ഒബ്സർവേഷന് ICUയിൽ കിടത്തി. ഞങ്ങളുടെ ഡോക്ടർ എന്നെ അറ്റൻഡ് ചെയ്ത ഡോക്ടർ 5000 സിസേറിയനും 10000 സുഖപ്രസവവും അറ്റൻഡ് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറാണ്. അപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡ് ഡോക്ടറിനെ കാണാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ വൈഫ് 44 ഇയേഴ്സിൽ സുഖപ്രസവം ഞാൻ ഇത്രയും അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു യുണീക്ക് കേസാണ് നിങ്ങളുടെ എന്ന് ഡോക്ടർ പറഞ്ഞു. അതുകൂടാതെ ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ ഭഗവാൻ നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നു എന്ന വാക്ക് ഡോക്ടർ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. ഇതുകൂടാതെ ഞങ്ങൾക്ക് ഒരുപാട് വേറെ അനുഗ്രഹങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. 3 വർഷം മുമ്പ് ഞങ്ങളൊരു സ്ഥലം വിൽക്കാൻ വെച്ചിരുന്നത് അത് വിൽപ്പന നടന്ന് കിട്ടിയിരുന്നു. പിന്നെ 8 വർഷമായിട്ടുള്ളൊരു കോർട്ട് കേസ് ഞങ്ങൾക്ക് സെറ്റിൽമെൻറ്റായി ഈ മാസം സെറ്റിൽമെൻറ്റായി കിട്ടി. ഇതാണ് ഞങ്ങൾക്കുള്ള സാക്ഷ്യം. മാതാവ് ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രമാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ഗുജറാത്തിലായിരുന്നല്ലോ. അപ്പോൾ ഗുജറാത്തിൽ ഞങ്ങൾ പത്രം കൊടുക്കുമായിരുന്നു. പിന്നീട് ഞങ്ങൾക്ക് ഇംഗ്ലീഷും ഹിന്ദിയും ഗുജറാത്തിയും പത്രം ഞങ്ങൾ കൊടുക്കുമായിരുന്നു. ഞങ്ങളുടെ പള്ളിയിൽ ആകെ 110 അംഗങ്ങളാണുള്ളത്. ഞാൻ അച്ഛൻ്റെ അനുവാദത്തോടെ കൃപാസന മാതാവിൻ്റെ ഫോട്ടോ ഞങ്ങളുടെ പള്ളിയിലെ മാതാവിൻ്റെ ഗ്രോട്ടോയിൽ ഞാൻ സ്ഥാപിച്ചു. അതുകൊണ്ട് എല്ലാവർക്കും കൃപാസന മാതാവിനെ പ്രാർത്ഥിക്കാൻ അവസരമുണ്ടായി. എല്ലാവർക്കും ഞങ്ങൾ മെഡൽ കൊടുക്കുകയും പത്രം കൊടുക്കുകയും കൊന്ത കൊടുക്കുകയും ചെയ്തു. അവരെല്ലാവരും അതിൽ 110 പേരിൽ 25 പേരെങ്കിലും ആ പള്ളിയിൽ ചെന്നാൽ നമുക്ക് കാണാം അവർ ആ കൊന്ത അണിഞ്ഞിട്ടുണ്ട്. കൃപാസന മാതാവിൻ്റെ കൊന്ത അണിഞ്ഞിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും കൃപാസന മാതാവിനെ പറ്റി അറിയാം.
അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. അവർക്കിപ്പോൾ ഇംഗ്ലീഷ് കവനൻറ്റ് പ്രെയർ ഞങ്ങൾ ബുക്ക് കൊണ്ടുപോയി കൊടുത്തു, പ്രാർത്ഥന കൊടുത്തു. യൂട്യൂബിൽ ഇപ്പോൾ സാക്ഷ്യം അവർ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ പത്രം, ഞാൻ പ്രഗ്നൻസി ടൈമിൽ ഞങ്ങൾ പത്രം മെയിനായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കുമായിരുന്നു. അവിടെ ആൾക്കാരോട് ഞങ്ങൾ ആദ്യം ചോദിക്കും, മാതാവിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അപ്പോൾ ചിലർ പറയും കേട്ടിട്ടുണ്ട്, അറിയാം, പോയിട്ടുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ എൻ്റെ വയറ് കാണിച്ചിട്ട് സാക്ഷ്യം പറഞ്ഞിട്ട് പറയും, മാതാവ് 20 വർഷത്തിന് ശേഷം തന്ന അനുഗ്രഹമാണ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് പത്രം കൊടുക്കും. അതുപോലെ തന്നെ ചോദിക്കും, നിങ്ങൾ വായിക്കുമോ? വായിക്കും എങ്കിൽ മാത്രം ഞങ്ങൾ പത്രം കൊടുക്കും. അതിനുശേഷം ഇതും കൂടി പറയും, നിങ്ങൾ പത്രം വായിക്കുകയും ഇതിൽ വിശ്വസിക്കുകയും മാതാവിൽ വിശ്വസിക്കുകയും ചെയ്താൽ നിങ്ങൾ രോഗികളായിട്ട് തുടരേണ്ടി വരികയില്ല, നിങ്ങൾ ഈ ഹോസ്പിറ്റലിൽ വരികയില്ല. നിങ്ങളുടെ അസുഖം മാറിയാൽ നിങ്ങൾ തീർച്ചയായും കൃപാസനത്തിൽ വരണം എന്നും ഞാൻ അവരെ പ്രത്യേകം പറഞ്ഞ് ഓർപ്പിക്കുമായിരുന്നു. എൻ്റെ 6-ാം മാസത്തിൽ ഞങ്ങൾ 10 കെട്ട് പത്രവും, 7-ാം മാസത്തിൽ 15 കെട്ട് പത്രവും, 8-ാം മാസത്തിൽ 22 കെട്ട് പത്രവും ഞങ്ങൾ ജനങ്ങൾക്ക് നൽകി മാതാവിനെക്കുറിച്ച് പ്രഘോഷിച്ചു. സാക്ഷ്യം പറഞ്ഞ് തന്നെ പ്രഘോഷിച്ചു. പിന്നെ ഞങ്ങളുടെ പള്ളിയിൽ വരുന്ന ഫാദേഴ്സിനും സിസ്റ്റേഴ്സിനും എല്ലാവർക്കും ഞങ്ങൾ പത്രം കൊടുക്കുമായിരുന്നു. ഞങ്ങളുടെ പള്ളിയിൽ ബിഷപ്പ്, രാജ്കോട്ട് ബിഷപ്പ് ജോസ് ചിറ്റോപ്പറമ്പിൽ വന്നപ്പോഴും ഞങ്ങൾ ബിഷപ്പിനോട് പറഞ്ഞു, കൃപാസനം മാതാവ് അനുഗ്രഹിച്ച് കിട്ടിയ കുഞ്ഞാണിത് എന്ന് പറഞ്ഞപ്പോൾ പിതാവ് പറഞ്ഞു, എനിക്കും കൃപാസനത്തിനെ പറ്റി അറിയാം എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ടായി. പിതാവ് അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ അവിടെയുള്ള ആരൊക്കെ ഫാദേഴ്സ് വരുന്നോ, പ്രൊവിൻഷ്യലാണെങ്കിലും വിക്കാർ ജനറൽ ആണെങ്കിലും എല്ലാവർക്കും ഞങ്ങൾ പത്രം കൊടുത്ത് ഞങ്ങൾ ഈ സാക്ഷ്യം പറയും. പിന്നെ ഒത്തിരി സിസ്റ്റേഴ്സൊക്കെ ഗസ്റ്റായിട്ട് വരും, പല സ്റ്റേറ്റ്സിൽ നിന്നും പല കൺട്രീസിൽ നിന്നും വരും. ഞങ്ങൾ അവർക്കൊക്കെ ഈ മെഡൽ കൊടുത്തിട്ട് ഞങ്ങൾ പറയും, പോകുന്നിടത്ത് കൊടുക്കണം, മാതാവിൻ്റെ അനുഗ്രഹം അവർക്കുണ്ടാകും എന്ന് പറയും. അങ്ങനെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം അങ്ങനെയൊക്കെ നടത്തി. പിന്നെ ഞങ്ങൾ ഡെയിലി കുർബാനയും ഞങ്ങളുടെ പ്രാർത്ഥനയും ഒക്കെ കണ്ട് ഞങ്ങളുടെ വികാരി അച്ഛൻ ഞങ്ങൾക്ക് ഫസ്റ്റ് ഫ്രൈഡേ അഡോറേഷൻ കണ്ടക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആത്മീയ ജീവിതത്തിൽ ഞങ്ങൾ വളർന്നു. കാരുണ്യ പ്രവൃത്തി ഞങ്ങൾ ക്യാൻസർ സെക്ഷനിൽ, ജനറൽ ഹോസ്പിറ്റൽ ക്യാൻസർ സെക്ഷനിൽ ഞങ്ങൾ ലഞ്ച് കൊടുക്കുമായിരുന്നു. അല്ലാതെ ഓൾഡ് ഏജ് ഹോമിലും ഞങ്ങൾ സ്നാക്സ് എല്ലാം ഉണ്ടാക്കി കൊടുക്കും. പിന്നെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഞങ്ങൾ എന്ത് സഹായം വേണമെങ്കിലും, ഞങ്ങളിൽ കരുണയുണ്ട് എന്ന ആൾക്കാർ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം. അവർ ഞങ്ങളെ അപ്രോച്ച് ചെയ്ത് ഞങ്ങളോട് സഹായം ചോദിക്കുന്നതെല്ലാം ഞങ്ങൾ ചെയ്തു കൊടുക്കും. എല്ലാവരോടും ഞങ്ങളുടെ ദൈവം തന്നാണെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. ഈശോയ്ക്കും മാതാവിനും കൃപാസനം മാതാവിനും ഒരുപാട് നന്ദി. എൻ്റെ പേര് ഷോൺ, തൃശ്ശൂർ നിന്ന് വരുന്നു. ഞാൻ ആദ്യം ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത്. അത് ഫെബ്രുവരി 14, 2021 കല്യാണം കഴിഞ്ഞ ദിവസമായിരുന്നു. തീർത്ഥാടന ഉടമ്പടി എടുത്തത് കഴിഞ്ഞ ഫെബ്രുവരി 2-ാം തീയതിയായിരുന്നു. 2019 എനിക്ക് ഓഫീസിൽ ജോലിയുടെ ഭാഗമായിട്ട് കാനഡയിൽ പോകാനൊരു ചാൻസ് കിട്ടി. പക്ഷെ അവിടെ പോയി ജോലിയുടെ പ്രശ്നം ഉണ്ടായി. പെട്ടെന്ന് തന്നെ എനിക്ക് തിരിച്ചു പോരേണ്ടി വന്നു. വീടിൻ്റെ ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നതൊന്നും തീർക്കാനൊന്നിനും പറ്റില്ല. 10 ലക്ഷത്തിന് മേലെ ഉണ്ടായിരുന്നു. അതൊന്നും ഞങ്ങൾക്ക് തീർക്കാനൊന്നിനും പറ്റിയില്ല. ഞാൻ വളരെയധികം വിഷമത്തോടുകൂടിയാണ് തിരിച്ചു വന്നത്. പ്രാർത്ഥനയിൽ നിന്നൊക്കെ വല്ലാണ്ട് അകന്നുപോയി. തിരിച്ചു വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് അകന്നുപോയി. എൻ്റെ അമ്മ ആ നേരത്ത് ഉടമ്പടിയിലായിരുന്നു. അപ്പോൾ എന്നോട് ഇവിടെ വന്ന് ഉടമ്പടി ഇരിക്കാനൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ ഞാനപ്പോൾ അതിനുള്ളൊരു മാനസികാവസ്ഥയിലല്ലായിരുന്നു. ഇല്ല, പറ്റില്ല, ഞാനില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു നിന്നിരുന്നത്. മമ്മി അന്ന് ജോസഫ് അച്ഛനെ പള്ളിയിൽ പോയി കണ്ടു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അവനോട് കല്യാണം കഴിക്കാൻ ഞാൻ പറഞ്ഞു എന്ന് പറ, അത് കഴിഞ്ഞിട്ടെല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞു. ഞാനപ്പോൾ ശരി, അന്ന് കല്യാണം നോക്ക്, ആ കടം അതുവരെ ഞാൻ കടം വീട്ടിയിട്ടേ കല്യാണം കഴിക്കുള്ളൂ എന്നുള്ളതിലായിരുന്നു. എനിക്ക് കല്യാണം നോക്ക് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നീട് ഈ യുക്തി ഒരുപാട് കയറി വരുമ്പോൾ പിന്നെ കല്യാണം കഴിച്ചാലല്ലേ ഓൺസൈറ്റ് പോകുന്നത്, കാനഡ പോകുന്നത് എന്നുള്ളൊരു തോട്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ജൂലൈയിൽ കല്യാണം ഉറപ്പിച്ചു. ഇതെൻ്റെ ഭാര്യയും കൊച്ചുമാണ്. ജൂലൈയിൽ കല്യാണം ഉറപ്പിച്ചു. ഓഗസ്റ്റിൽ എനിക്ക് ഒരു ഇൻ്റർവ്യൂ വന്നു. ആ ഇൻ്റർവ്യൂവിൽ ഡിസംബറിൽ യാത്ര ചെയ്ത് കാനഡയിൽ പോകാമെന്ന രീതിയിൽ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി.
അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇതായിരിക്കും അച്ഛൻ പറഞ്ഞത്. പക്ഷേ എന്നിരുന്നാലും ഓൺ സൈറ്റൊക്കെ പോകുമ്പോൾ ഇത് മതിയോ എന്നുള്ളൊരു തോട്ട് എനിക്ക് ഉണ്ടായിരുന്നു. ആ കൊറോണ നേരത്താണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. ആ നേരത്തെ എനിക്ക് പ്രാർത്ഥന, മമ്മിയുടെ ഒപ്പം ഇരുന്ന് പ്രാർത്ഥിക്കും, അങ്ങനെയൊക്കെ ഉടമ്പടി ധ്യാനം കൂടും. അങ്ങനെയൊക്കെ പതുക്കെ ഞാൻ പ്രാർത്ഥനയിലോട്ട് പിന്നെയും തിരിച്ചു വരുന്നേ ഉള്ളൂ. ആ നേരത്താണ് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായത്. ആൻറ്റി കോവിഡായി ഐസൊലേഷനിലുള്ളപ്പോൾ ഫുഡ് കൊടുക്കാൻ പോയി തിരിച്ചു വന്നപ്പോൾ ആക്സിഡൻ്റായി. അന്ന് എനിക്ക് കാൽപാദത്തുമൊക്കെ കുറച്ച് തൊലിയൊക്കെ പോയി, ലിഗമെൻ്റൊക്കെ പൊട്ടി കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് സ്കിൻ ഡ്രാഫ്റ്റ് ചെയ്യേണ്ടി വരുന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന സിറ്റുവേഷനിൽ മുറിവുകളൊക്കെ ഉണങ്ങി തുടങ്ങി, വേദനകളൊക്കെ പോയി. പക്ഷേ കാൽപാദത്തുമുള്ള മുറിവ് മാത്രം ഭയങ്കരമായിട്ട് വേനെടുക്കുക, ഉണങ്ങിയിട്ടും വേനെടുക്കുക. അന്നിങ്ങനെ പ്രാർത്ഥനയുടെ നേരത്ത് ഞാൻ സൈലൻ്റായിട്ട് പ്രാർത്ഥിച്ചു, അമ്മ ഇവിടെ എൻ്റെ അടുത്തുണ്ടെങ്കിൽ എൻ്റെ ഈ മുറിവിൻ്റെ വേദന ഒന്ന് മാറ്റി തന്ന്. അന്നാണ് എനിക്ക് ആദ്യമായിട്ടൊരു ദൈവാനുഭവം എന്നൊക്കെ പറഞ്ഞ പോലെ കിട്ടുന്നത്. ആ നിമിഷം തന്നെ എനിക്ക് ആ കാലിൻ്റെ വേദന മാറി. എനിക്കത് ഭയങ്കര വലിയൊരു അനുഭവമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എടുക്കാം എന്നുള്ളൊരു ഇതിലേക്ക് വന്നതും. കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രി ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുക്കാനുണ്ടായത്. അത് കഴിഞ്ഞ് ആദ്യം ഞാൻ എൻ്റെ കല്യാണം നവംബർ 13 എൻ്റെ ബർത്ത്ഡേ അന്നാണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോഴാണ് ഡിസംബറിൽ കല്യാണം ഓൺ സൈറ്റ് ഈ കാനഡ പോകുന്ന കാര്യം തീരുമാനമായത്. അത് കഴിഞ്ഞ് ചേട്ടന് എത്തിച്ചേരാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ടിലായിട്ട് അത് ഫെബ്രുവരി 14 മാറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, ഈ അച്ഛൻ പറഞ്ഞത് തെറ്റിയില്ലോ, അപ്പോൾ മാതാവ് ഇപ്പോൾ പറഞ്ഞു അത് തെറ്റിപ്പോയി എന്നൊക്കെ തോന്നി. പക്ഷേ അവിടെ നിന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ ഓപ്പർച്യൂണിറ്റി അങ്ങോട്ട് ക്യാൻസലായിപ്പോയി, റിജക്റ്റായിപ്പോയി. ആ പ്രൊജക്റ്റ് തന്നെ ക്യാൻസൽ ചെയ്തു. അപ്പോൾ എനിക്കും മനസ്സിലായി ഓക്കെ ഇത് ചുമ്മാ കളിയല്ല, കാര്യമുള്ള കാര്യമാണ്. കല്യാണം ഫെബ്രുവരി 14 ഉറപ്പിച്ചു. 14 എന്ന് ഫിക്സ് ചെയ്തു, ഡേറ്റ് ഒക്കെ തീരുമാനിച്ചു. ജനുവരി 16 ഒരു രാത്രി എൻ്റെ മാനേജർ വിളിച്ച് പറയണം, നീ പെട്ടെന്ന് തന്നെ കാനഡ പോകണം, നിനക്ക് വിസ ഉള്ളതല്ലേ, എത്രയും പെട്ടെന്ന് പോകണം. ഞാൻ പറയും എൻ്റെ കല്യാണം ഉറപ്പിച്ച് വെച്ചേക്കാണ്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എനിക്ക് പോകാണ്ടും പറ്റില്ല, പക്ഷേ കല്യാണം ഉള്ളപ്പോൾ ഞാൻ എന്താ ചെയ്യുക. അവർ പറഞ്ഞു. അവസാനം കല്യാണം കഴിഞ്ഞ് 3-ാം ദിവസം ഞാൻ കാനഡയ്ക്ക് യാത്ര ചെയ്തു. അത് കഴിഞ്ഞ് അവിടെ പോയി പതുക്കെ ജോലിയൊക്കെ ചെയ്ത് എനിക്ക് ഈ കടങ്ങളൊക്കെ വീട്ടാൻ പറ്റി. അതെനിക്ക് വലിയൊരു അനുഭവമാണ്. കാരണം ഈ യുക്തികൾ എന്നൊരു ഇതെന്തെങ്ങനെ എന്നുള്ള ചോദ്യത്തിനുള്ളതൊക്കെ അൺഡിനേബിളി ട്രൂ എന്നൊക്കെ പറയുന്ന പോലെയുള്ളൊരു കാര്യമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ 7 കൊല്ലം ഞാൻ ഇൻഫോസിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റേതായിട്ട് ഞാൻ ജോലി ചെയ്യും, എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ഒക്കെ ആയിരുന്നു. പക്ഷേ അങ്ങനെ ഒരു റെക്കഗ്നീഷനൊന്നും എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. അങ്ങനെ എനിക്ക് അധികം വല്ലാണ്ട് പെർഫോം ചെയ്യാനും പറ്റിയിട്ടില്ല. പക്ഷേ ഈ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ആ മാസം തൊട്ട് എനിക്കുണ്ടായത് വേറൊരു ജീവിതമായിരുന്നു. എൻ്റെ എല്ലാ ജോലികളിലും എനിക്ക് മാക്സിമം പെർഫോം ചെയ്യാൻ പറ്റുന്നു. എല്ലാവരും കുറേ അവാർഡുകൾ കിട്ടുന്നു. കഴിഞ്ഞ 7 കൊല്ലമായിട്ട് കിട്ടാത്ത ജോലിയിൽ കിട്ടാത്ത ഒരു അവാർഡും എനിക്ക് കഴിഞ്ഞ 4 കൊല്ലത്തിൽ 6-7 കിട്ടിയിട്ടുണ്ട്. ക്യാഷ് അവാർഡും അല്ലാണ്ട് അപ്രിസിയേഷനും ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ അതെൻ്റെ ജോലിപരമായിട്ടുള്ള ജീവിതത്തിലുണ്ടായിരുന്ന ഒരു വലിയൊരു മാറ്റമാണ്. അതുപോലെ ഓരോ കുഞ്ഞു കാര്യങ്ങളായാലും കുഞ്ഞു കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്ഥലത്ത് പോയി കുറേ പണിപ്പെട്ട് കിട്ടുന്ന പാടായിരിക്കും. ഫോർ എക്സാമ്പിൾ കൊച്ചിൻ്റെ പാസ്പോർട്ട് ഇച്ചിരി ബുദ്ധിമുട്ടി കിട്ടുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതൊക്കെ പെട്ടെന്ന് 2 ദിവസം 3 ദിവസം കൊണ്ടെല്ലാം ചെയ്ത് കിട്ടി. അങ്ങനെ ടിക്കറ്റിനൊന്നും പ്രശ്നമില്ലാണ്ട് എത്തിക്കിട്ടി. ഒരു വണ്ടി വാങ്ങി. അപ്പോൾ ഞങ്ങളൊക്കെ വെള്ള മതി, അതാണ് വില കുറവ്, കളർ പോയ കാശ് കൂടും എന്നൊക്കെ പറഞ്ഞ് രേഷ്മിക്ക് എൻ്റെ വൈഫിന് കളർ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വേണ്ട, അതൊന്നും വേണ്ട, വെള്ള മതി. അവിടെ ചെന്നു വണ്ടി നോക്കി. അവർ ബ്ലൂ കളർ എടുക്കുകയാണെങ്കിൽ മാത്രം അതിന് കാശ് എക്സ്ട്രാ വേണ്ട എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബ്ലൂ മാതാവിൻ്റെ ഒരു കളറിലേക്ക് എത്തി. ഒരു വീട് വാങ്ങി. അത് കൃപാസന മാതാവിൻ്റെ സെയിം കളറാണ്, ഗ്രേ ബ്ലൂ കളറാണ് വീട് മൊത്തം. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ദിനം പ്രതി എനിക്ക് എല്ലാ ദിവസവും എന്തെങ്കിലും ഒന്നായിട്ട് എനിക്ക് ഓരോ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. അതിനൊക്കെ ഉള്ള സൊല്യൂഷനും കിട്ടും. അതിൽ മാതാവിൻ്റെ കയ്യൊപ്പം ഉണ്ടാവും. എൻ്റെ സ്വഭാവത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഇപ്പം എനിക്ക് വളരെ കഴിഞ്ഞൊരു 2-3 മാസമായിട്ട് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഒക്കെ സ്ഥിരമായിട്ട് കാണാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിൽ സമർപ്പിച്ചിരിക്കുന്ന ഒരു മെയിൻ കാര്യമാണ് എൻ്റെ ഈ ദേഷ്യപ്പെടലൊക്കെ. അതെനിക്കിപ്പോൾ വല്ലാത്ത രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഒരു 10 വട്ടം ദേഷ്യപ്പെടുന്ന സിറ്റുവേഷനിൽ എനിക്ക് ചിലപ്പോൾ ഒരു വട്ടത്തിലോ ഒരു വട്ടം ചൂടായാലും അധികം നേരം നിലനിൽക്കാണ്ട് വേഗം പിന്നോട്ട് വന്ന് ഓക്കെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ശരിയാക്കാനൊക്കെ എനിക്ക് പറ്റുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് എൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ എൻ്റെ മാതാവും ഈശോയും കൂടി ചേർന്ന് ചെയ്തെന്ന വലിയ കാര്യങ്ങളാണ്. എനിക്കിതിൽ ജീവിതത്തിലൊരു വലിയ പേടിയായിരുന്നു. ഉടമ്പടി എടുക്കാൻ ആദ്യം പേടിയുണ്ടായിരുന്നു. മൊത്തം എൻ്റെ അമ്മ ചെയ്യുന്നത് കണ്ട് എനിക്ക് പേടിയാണ്. ഇതൊക്കെ എനിക്ക് നിറവേറ്റാൻ പറ്റുമോ, എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുമോ? അതുകൊണ്ടാണ് ഞാൻ ഞാൻ ചെയ്യില്ല എന്നുള്ള രീതിയിൽ നിന്നത്. അന്നും അമ്മ പറഞ്ഞിരുന്ന കാര്യം, ഏട്ടാ നീ അത് ചെയ്യേ, ബാക്കി നിനക്കെല്ലാം വഴിയേ ശരിയായിക്കോളും എന്ന് പറഞ്ഞു.
അതുപോലൊക്കെ തന്നെയായിരുന്നു. ഇന്നെനിക്ക് അയ്യോ ഇനി ഞാൻ ഉടമ്പടി ചെയ്തു എന്നുള്ള പേടി ഉള്ളതിനേക്കാളും അയ്യോ ആരാധന കണ്ടില്ല എന്നുള്ളൊരു ഒരു ഇതാണ്. അപ്പോൾ ലേറ്റ് ആകുമ്പോഴേക്കും അയ്യോ ആരാധന കണ്ടില്ലല്ലോ എന്നുള്ളൊരു തോന്നലിലാണ് ഞാൻ പോയി ഇപ്പോൾ കാണുന്നത്. ഒരു നിർബന്ധത്തിനേക്കാളും കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അമ്മ മാതാവിനും ഈശോയ്ക്കും എല്ലാത്തിനും ഞാൻ നന്ദി പറയുന്നു.